അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബ് ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലീ. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان ما لم نشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. وقد كان النبي صلى الله عليه وسلم عليكم بالجماعة وإياكم والفرقة فإن الشيطان مع الواحد وهو من الاثنين أبعد. من أراد بهبهة الجنة فعليه بالجماعة. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا من الله يا واسع الكرم. مولاي صل وسلم دائما أبدا للخلق كلهم. സമാധാനായ യോഗാധ്യക്ഷൻ സയ്യിദ് ജാബിർ തങ്ങൾ അവരുടെ ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായി നിർവഹിച്ച പ്രിയങ്കരനായ അബ്ദുറഹ്മാൻ ദാരിമി ഹൈത്തമി നമ്മുടെ വേദിയിൽ വിഷാദനം നിർവഹിച്ച പ്രിയങ്കരനായ ഉസ്താദ് MT അബൂബക്കർ ദാരിമി, മറ്റു വേദിയിലും സദസ്സിലുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, നല്ലവരായ രക്ഷിതാക്കളെ, കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, നമ്മുടെ ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിന്നും അവരിന്നും മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കട്ടെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, ആ ബേക്കിൽ നിൽക്കുന്നവർക്ക് ഇവിടെ മുന്നിൽ കുറച്ചുകൂടി ചേറ് ഇരിപ്പുണ്ട്, നിന്ന് പ്രയാസപ്പെടേണ്ടതില്ല എന്നറിയിക്കുകയാണ്. മറ്റൊന്ന്, നേരത്തെ MT അബൂബക്കർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആദർശ മുഖാമുഖത്തിലാണ് ഒത്തുകൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ മുന്നിലൊന്ന് അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിഷയാവതരണങ്ങളൊക്കെ നിർത്തിവെച്ച് ചോദ്യത്തിന് അവസരം കൊടുക്കും. ഇതിങ്ങനെ പറയാൻ കാരണം, ചില ആളുകൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പെർമിഷന്റെ സമയം കഴിയുമ്പോൾ കുറച്ച് ആൾക്കാർ എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ചോദിക്കാനുണ്ട്, സമയം ഉണ്ടായില്ല, ഉത്തരം കുറഞ്ഞ നേരം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നൊക്കെ പറയാതിരിക്കാനാണ് വളരെ മുൻകൂട്ടി തന്നെ പറയുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിച്ചാൽ നമ്മൾ വിഷയാവതരണം ചുരുക്കി സംശയ നിവാരണത്തിന് അവസരം കൊടുക്കും. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സംഘാടകരുമായി ബന്ധപ്പെട്ട് മുന്നിൽ വന്നിരുന്ന് ചോദ്യത്തിലേക്ക് കടക്കണമെന്ന് അറിയിക്കുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകമെമ്പാടും നമ്മുടെ ഈ നാട്ടിലെ തളിപ്പറമ്പ് കുണ്ടാമ്പഴി ശാഖ സംഘടിപ്പിച്ച ഈ പരിപാടി ലോകമെമ്പാടും ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
സ്വാഭാവികമായി ഒരു മുഖാമുഖമാകുമ്പോൾ തളിപ്പറമ്പിലെ ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ വന്ന് ചോദിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ ആയിരിക്കും വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ ക്ലാസ് റൂമിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വന്ന് അറിയിക്കണം. നമ്മൾക്ക് പരിമിതമായ സമയമാണുള്ളത്. ആ സമയത്തിൽ വിഷയാവതരണം നീട്ടിക്കൊണ്ടുപോകാതെ സംശയ നിവാരണത്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സംഘാടകരുമായി ഉടനെ ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. അള്ളാഹു നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സംരംഭത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒട്ടേറെ ആളുകൾ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ലോകമൊട്ടുക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകന്മാർ, അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യ നെഹ്റുദ്ദീൻ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും പടച്ചു തമ്പുരാൻ പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. ബിഹഖി നബിയ്യിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, ബഹുമാനനായ MT ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ഇടക്കാലത്ത് ചില ആളുകൾ അഭിപ്രായ വ്യത്യാസമായി കൊണ്ട് കടന്നു വരികയാണ്. മുസ്ലിം സമുദായം പൊതുവെ തർക്കമില്ലാതെ നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന കാര്യങ്ങൾ, അതൊന്നും ശരിയല്ല. ഇതുവരെയുള്ള മുസ്ലിമീങ്ങളെ പോക്കൊന്നും ശരിയല്ല. ഈ മുസ്ലിമീങ്ങളൊന്നും യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല. ഈ മുസ്ലിമീങ്ങളെ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് 1920-കൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രസ്ഥാനമാണ് മുജമ്മ തബ്ലീഗാദികൾ. ഇതൊക്കെ അതിന്റെ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്ന എല്ലാം ആശയത്തിൽ ഒരേ പ്രസ്ഥാനങ്ങളാണ്. മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും തബ്ലീഗ് ജമാഅത്തായാലും ചെറിയ അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ ഒഴിച്ച് ഈ സമുദായത്തിന്റെ സംഘടിത ശക്തിയെ എതിർക്കുന്ന വിഷയത്തിൽ, ഈ സമുദായത്തിന്റെ സംഘടിത ശക്തിക്കെതിരെ ശിർക്കാരോപിക്കുന്ന വിഷയത്തിൽ, ഈ സമുദായത്തിലെ സംഘടിത ശക്തിയുടെ നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന കാര്യങ്ങളെ ശിർക്കും ബിദ്അത്തുമാക്കി ചിത്രീകരിക്കുന്ന വിഷയത്തിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് മഹിതമായൊരു പാരമ്പര്യമുണ്ട്. നമുക്ക് മഹിതമായൊരു പാരമ്പര്യം, പൈതൃകവുമുണ്ട്. നമ്മൾ ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിർത്തുക. ആരെങ്കിലും വന്നുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് നമ്മളോട് ഈ ആശയങ്ങൾ മാറ്റാൻ പറഞ്ഞാൽ അത് മാറ്റേണ്ടവരല്ല നമ്മൾ. അത് മാറ്റേണ്ടവരല്ല നമ്മൾ. നമ്മുടെ നാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത്തരക്കാരായ ആളുകൾ 1-2 ഉണ്ടാവുക. നേരത്തെ MT അബൂബക്കർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ജമാഅത്തിന് കൂടുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് പോകുന്ന അപൂർവം ചില ആളുകൾ. ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ ഇമാമ് ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ആമീൻ പറയുന്നു. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എല്ലാവരെയും കെട്ടൊരുപോലെ. ചില ആളുകൾ മാത്രം അല്ലാഹു അക്ബർ ഡേഞ്ചറാണോണ്ട് ഈ കെട്ട് കെട്ടിയിട്ടുണ്ടാവും. അല്ല, നിങ്ങൾ കണ്ടില്ലേ ചില ആളുകൾക്ക് ഇങ്ങനെ കെട്ട് എന്താണെന്നറിയില്ല. പക്ഷെ ആ കെട്ട് തന്നെ നല്ലൊരു സൂചനയാണ് നൽകുന്നത്. ഈ കെട്ട് വല്ലാത്തൊരു കെട്ടാണ്. ഈ കെട്ടുള്ളവരാരും തുറന്ന് നിസ്കരിക്കേണ്ട, അത് അപകടമാണ്. ഈ കെട്ട് സാധാരണ നമ്മൾ ഇവിടെ കാണാറുള്ളത് ട്രാൻസ്ഫോറിന് പിന്നാലെ മുന്നിലേക്ക് കെട്ട് കാണാം, ടാങ്കർ ലോറിന്റെ ബേക്കിലേക്ക് കെട്ട് കാണാം. അതൊക്കെ അപകടം പിടിച്ച സാധനമാണ്. അതിന് തൊടാൻ പാടില്ല. ഈ കെട്ട് കെട്ടിടത്ത് പോയി തുടരാനും പാടില്ല. പക്ഷെ ഇതൊക്കെ ഒറ്റപ്പെട്ട ചില ആളുകളാണ്. ഹബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘടിത ശക്തിയെ അതിനെ നിങ്ങൾ അനിവാര്യമാക്കിക്കൊള്ളണം. വഇയ്യാകും വൽ ഫുർഖ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളണം, ഭിന്നിപ്പിനെയും സൂക്ഷിച്ചുകൊള്ളണം. فإن الشيطان بالواحد وهو من الاثنين أبعد. ഷൈത്താൻ ഒരു പക്ഷത്ത് രണ്ടാളുമുണ്ട്, ഒരു പക്ഷത്ത് ഒരാളുമുണ്ടെങ്കിൽ ഷൈത്താൻ കൂടുക ഈ ഒരാൾ കൂടെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടവരെ കൂടെയായിരിക്കും ഷൈത്താൻ ഉണ്ടാകുക. സംഘടിത ശക്തിയുടെ കൂടെ ഇദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ഗുണവും ഉണ്ടാകുക സംഘടിത ശക്തിയോടുകൂടെ ആയിരിക്കും. അപ്പൊ ഒറ്റപ്പെട്ട അഭിപ്രായമായിക്കൊണ്ട് കടന്നു വരുമ്പോ അവരുടെ പിന്നാലെ പോകരുതെന്ന് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫഅലൈഹി ബിൽ ജമാഅ, ഫഅലൈഹി ബിൽ ജമാഅ, അവൻ സംഘടിത ശക്തിയെ അനിവാര്യമാക്കിക്കൊള്ളട്ടെ. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തോടുകൂടെ നമുക്കിങ്ങനൊരു സംഘടിത ശക്തി, ഒരു കൂട്ടമായ സംഘം നമുക്കുണ്ടാകുമ്പോ ഒറ്റപ്പെട്ടു പോയുന്ന
ഇന്നലകൾ നാം പുലർത്തിപ്പോരുന്ന ആശയങ്ങളെ തള്ളിപ്പറയുന്ന, അതിനൊക്കെ കുറ്റപ്പെടുത്തുന്ന ആളുകളെ പിന്നാലെ നമ്മൾ പോകാതിരിക്കുക. എന്തിനു വേണ്ടി? എന്തേ നമ്മൾ പോകരുതെന്ന് പറയാൻ കാരണം, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആദർശങ്ങൾ പരിപൂർണമായി മാറ്റേണ്ടി വരും. ഇന്നൊന്ന് മാറ്റിയാൽ നാളെ വേറൊന്ന് മാറ്റേണ്ടി വരും. മറ്റൊന്ന് ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നിലേക്ക് നമ്മൾ കിടക്കേണ്ടി വരും. കാരണം ആദർശത്തിന് നിലനിൽപ്പുണ്ടാവില്ല. അത് ഏത് വിജയത്ത് കക്ഷിന്റെ അവസ്ഥ അങ്ങനെയാണ്. അവർ ഇന്നലകളിൽ പറഞ്ഞതല്ല അവർക്ക് ഇന്ന് പറയാനുണ്ടാകുക, ഇന്ന് പറയുന്നതല്ല നാളെ പറയാനുണ്ടാകുക, നാളെ പറയുന്നതല്ല മറ്റൊന്ന് പറയാനുണ്ടാവുകയിൽ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളാണ് പലപ്പോഴും ബിദ്അത്തുകാരുടെ കയ്യിലുണ്ടാവുക. കാരണം എന്താ? ഓരോരുത്തർ കടന്നു വരുന്നു, അവർ സ്വന്തമായി കൊണ്ട് ഖുർആൻ വ്യാഖ്യാനിക്കുന്നു, ഹദീസ് വ്യാഖ്യാനിക്കുന്നു. അവർക്ക് എന്താണോ അവരുടെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് ലഭ്യമാകുന്നെങ്കിൽ അതനുസരിച്ച് കൊണ്ട് ഖുർആനെയും ഹദീസിനെയും വളച്ചൊടിക്കുമ്പോ, ഖുർആനും ഹദീസും മാറ്റി പറയുമ്പോ ഇന്നലത്തെ മൗലവി പറഞ്ഞതാവില്ല, ഇന്നത്തെ മൗലവിയുടെ നാവിൽ വരിക. 1921 കേരളത്തിൽ നദ്വത്തുൽ മുജാഹിദീൻ എന്താണോ പ്രചരിപ്പിച്ചത് അതല്ല ഇന്ന് മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാറിപ്പറഞ്ഞില്ലേ? മാറ്റിയില്ലേ? പരിപൂർണമായി മാറ്റി. 1946 കേരളത്തിലെ കടന്നു വന്ന ജമാഅത്ത് ഇസ്ലാമി അന്ന് എന്താണോ കേരള സമൂഹത്തോട് പറഞ്ഞെങ്കിൽ ഇന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് അത് പറയാൻ സമയമില്ല. ആ ആശയത്തോടെ അവർ പരിപൂർണമായി മുഖം തിരിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ ആശയം പരിപൂർണമായി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഈ മാറിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ പിന്നാലെ പോകാതെ അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ നിന്ന് നേരിട്ട് വിശുദ്ധമായ ദീൻ പഠിച്ച നല്ലവരായ സലഫ് സ്വാലിഹീങ്ങൾ, ആ സ്വാലിഹീങ്ങൾ ദീൻ പഠിച്ച അവരുടെ പിൻഗാമികൾ, അവരിൽ നിന്ന് ദീൻ പഠിച്ച അവരുടെ പിൻഗാമികൾ, ഈ പവിത്രമായ പാരമ്പര്യത്തെ, പൈതൃകത്തെ നമ്മൾ മുറുകെ പിടിക്കുക, അവിടെ നിൽക്കുക. സത്യം ബോധ്യപ്പെട്ടിട്ട് ഈ മാർഗത്തിനോട് ആരെങ്കിലും മുഖം തിരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, സന്മാർഗം ബോധ്യപ്പെട്ടിട്ടും ഒരാൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ നിന്നാൽ, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗത്താരെങ്കിലും പിൻപറ്റിക്കഴിഞ്ഞാൽ അവൻ പോകുന്നിടത്തേക്ക് നമ്മൾ അവനെ തിരിച്ചുവിടുന്നതാണ്. എന്നിട്ടോ ശേഷം നമ്മൾ അവനെ നരകത്തിലേക്ക് ചേർക്കുന്നതാണ്. അവന്റെ മടക്കസ്ഥലം വളരെ മോശം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയുള്ള കുഴപ്പം. പെട്ടാൽ പിന്നെ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് പോകുന്നിടത്തേക്ക് നമ്മൾ തിരിച്ചുവിടും. അവൻ പോയി അവനെ നമ്മൾ നരകത്തിലേക്ക് ചേർക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തിബാഉസ് സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ ഇക്കാലം വരെ അനുവർത്തിച്ചു പോന്നിരുന്ന മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. മാറ്റിപ്പറയുന്ന, ഇന്നലകളിൽ പറഞ്ഞതിനെ തിരുത്തി പറയുന്ന വിഭാഗത്തിന്റെ പിന്നാലെ നമ്മൾ കൂടാതിരിക്കുക. ഇപ്പൊ നോക്കൂ നിങ്ങൾ, കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദിന്റെ അവസ്ഥ എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ? ഇന്നലകളിൽ പറഞ്ഞ ഒന്നും അവർക്ക് ഇന്ന് പറയാനില്ല. ഇന്നലകളിൽ നേരത്തെ ബഹുമാനായ എം പി സാഹ് സൂചിപ്പിച്ചതുപോലെ നമ്മെ കാഫറാക്കാൻ, നമ്മെ മുശ്രിക്കാക്കാൻ, നമ്മെ ശിർക്കിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അവർ കണ്ടെത്തിയിരുന്ന ഒരു ആശയമായിരുന്നു, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അദൃശ്യമായ രീതിയിലൂടെ, അബൗദ്ധികമായ രീതിയിലൂടെ, മറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരെന്ന് വല്ല ഗുണവും പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താണ്. അങ്ങനെ മറഞ്ഞ മാർഗത്തിലൂടെ, കാണാത്ത മാർഗത്തിലുള്ള വല്ല ഗുണവും പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താണ്. വല്ല ഷർറും പേടിച്ചാലും ഇസ്ലാം എന്ന് പുറത്താണ്. അതുകൊണ്ടാണ് ഇവർക്ക് തബറുക്ക് ഷിർക്കായത്, അതുകൊണ്ടാണ് ഇസ്തിഗാസ ഷിർക്കായത്, അതുകൊണ്ടാണ് കണ്ണീറിലെ വിശ്വാസം ഷിർക്കായത്, അതുകൊണ്ടാണ് സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ചാൽ ഷിർക്കായത്. ഇതൊക്കെ ഇവർക്ക് ഒരു കാലത്ത് ഷിർക്കാണെന്ന് പറയാനുള്ള കാരണം ഇവരുടെ അടിസ്ഥാനപരമായ വാദമാണ് മറഞ്ഞ മാർഗത്തിലൂടെ, അദൃശ്യമായ രീതിയിലൂടെ, അഭൗതികമായ രീതിയിലൂടെ അള്ളാഹു അല്ലാത്തവരെന്ന് വല്ല ഗുണവും പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കാണ്. നേരത്തെ ഉദ്ഘാടന പ്രസംഗം സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇങ്ങനെ നിർവചനം ലോക മുസ്ലിമീങ്ങൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ലോക മുസ്ലിം പണ്ഡിതന്മാരെന്ന് പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളായ ഒരു പണ്ഡിതനും ഇങ്ങനെ നിർവചനം ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചിട്ടേ ഇല്ല. ഇത് പുതിയൊരു കാഴ്ചപ്പാടാണ്, പുതിയൊരു ആശയമാണ്. അതുകൊണ്ട് തന്നെ ഈ ആശയത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇത് സാക്ഷാൽ റഷീദ് റിളയുടെ ആശയമാണ്, സാക്ഷാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദിന്റെയും ആശയമാണ്. എന്നല്ലാതെ ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർ,
ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ അവരാരും ഇങ്ങനെ ആശയം പഠിപ്പിച്ചിട്ടേ ഇല്ല. എങ്ങനെ? മറഞ്ഞ മാർഗത്തിലൂടെ അദൃശ്യമായ രീതിയിലൂടെ ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഷിർക്കാണ് ആരും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇവര് തുടങ്ങിവെച്ചു, റഷീദ് തുടങ്ങിവെച്ചു, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തു, കേരളത്തിൽ അൽമാനാറിലൂടെ അവരുടെ മറ്റ് പ്രസിദ്ധീകരണങ്ങളിലൂടെ ഇത് പഠിപ്പിച്ചു. അതിന്റെ ഭാഗമായി ഒട്ടേറെ സത്യങ്ങളെ ഒരു കാലത്ത് നിഷേധിച്ചു. ഇസ്തിഗാസയെ തള്ളിപ്പറഞ്ഞു, തബറുക്ക് എടുക്കുന്നതിനെ കുറ്റപ്പെടുത്തി. ബർക്കത്തെടുക്കാൻ പാടില്ല. ബർക്കത്തെടുക്കാം എങ്ങനെ? ആവേശം കൊള്ളുക എന്നൊരാശയത്തിനാണെങ്കിൽ ബർക്കത്തെടുക്കാം, എന്നല്ലാതെ അദൃശ്യമായ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ബർക്കത്തെടുക്കൽ തെറ്റാണ്, ശിർക്കാണ്. ആവേശം കൊള്ളാം. എങ്ങനെ? ഇപ്പൊ മുസാഫ് കൊണ്ട് ബർക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ മുസാഫ് പിടിച്ചുകൊണ്ട് ആവേശം കൊള്ളുക എന്ന ആശയത്തിനാണെങ്കിൽ കുഴപ്പമില്ല. മുസാഫ് കൊണ്ട് അദൃശ്യമായ ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ശിർക്കാണ്. അപ്പൊ നേരത്തെ ബഹുമാനായ MT അബൂബക്കർ ദാരിമി ഇവിടെ ഹദീസ് ഉദ്ധരിച്ചു, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. അതിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വേർപ്പ് ശേഖരിച്ചു. അതിനെക്കുറിച്ച് റസൂൽ ചോദിച്ചു, മാ ഹാദല്ലദീ തസ്മഈന യാ ഉമ്മു സുലൈം. ഉമ്മു സുലൈം എന്തായി പണി? ഉമ്മു സുലൈം പറഞ്ഞ, നബിയേ, ഇത് അങ്ങയുടെ വേർപ്പാണ് യാ റസൂലല്ലാഹ്. നർജൂ ബറകതഹു ലിസ്ബിയാനിനാ. ഞങ്ങളെ കുട്ടികൾക്ക് രോഗം വരുമ്പോ, ഞങ്ങളെ കുട്ടികൾക്ക് പ്രതിസന്ധി വരുമ്പോ, പ്രയാസം വരുമ്പോ, യാ റസൂലല്ലാഹ്, ഇതൊരു ബർക്കത്തായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഇതൊരു ബർക്കത്തായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. റസൂലുള്ള പറഞ്ഞെന്താ? എന്താണ് ബർക്കത്തിനോട് ഉദ്ദേശം? സുല്ലമി പറഞ്ഞതുപോലെ ബർക്കത്തെടുക്കാൻ ആവേശമുള്ളെന്ന റസൂലുള്ളാഹിന്റെ വേർപ്പ് കുപ്പിയിലായിട്ട് ആവേശമുള്ളല്ല, അതല്ലല്ലോ. ഇതുകൊണ്ട് അദൃശ്യമായ രീതിയിലുള്ള ഗുണം പ്രതീക്ഷിക്കാനാണല്ലോ. ശിർക്കാണെന്ന് പറഞ്ഞാൽ മഹദിയ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മുശ്രിക്കാണെന്ന് പറയേണ്ടി വരില്ലേ? ഇങ്ങനെ പറഞ്ഞാൽ പൂർവികരൊക്കെ കാഫറാന്ന് പറയേണ്ടി വരില്ലേ? മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പക്ഷേ ഇവരൊരു കാലത്ത് അങ്ങനെ പറയേണ്ടി വന്നു, അല്ലെങ്കിൽ ഇവരങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടി വന്നു. അതിന്റെ ഭാഗമായി ഒട്ടേറെ സത്യങ്ങൾ തള്ളിപ്പറഞ്ഞു. അപ്പൊ കണ്ണീർ അദൃശ്യമായ രീതിയിലൂടെ നമ്മൾ പേടിക്കുന്ന ഒരു ഷർറാണ് കണ്ണീർ. ഇവർക്കതൊരു കാലത്ത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഇവർ തള്ളിപ്പറഞ്ഞു, കണ്ണേറോ? അങ്ങനൊന്നുമില്ല, കല്ലേറുണ്ട്, കണ്ണേറില്ല. എന്താ കല്ലേറുണ്ട് പറയാൻ കാരണം? കല്ലുകൊണ്ടിരുന്ന് കാണുന്നുണ്ട്. കണ്ണേറില്ലാതെ കാണുന്ന, കണ്ണോടുള്ളേറെ കാണുന്നില്ല. കണ്ണേറെന്താ? ഒരാൾ കണ്ണെടുത്തിട്ട് എറിയരാ? അല്ലല്ലോ. കണ്ണേറെന്താ? ഒരു തോട്ടത്തിൽ, നമ്മളെ ഒരു വസ്തുവിൽ ഒരുപാട് നല്ല കൃഷിയിടത്തിൽ, നല്ല തെങ്ങും തോട്ടത്തിൽ നല്ല തേങ്ങയുണ്ടായി, അല്ലെങ്കിൽ കവുങ്ങ് തോട്ടത്തിൽ ഒരു അടക്കയുണ്ടായി, അല്ലെങ്കിൽ കുമ്പളങ്ങത്തോട്ടത്തിൽ നല്ല കുമ്പളങ്ങളുണ്ടായി. അപ്പൊ ആരെങ്കിലും വഴിക്കും, ഹാവ് നല്ല കുമ്പളങ്ങ ഇതാ കിടക്കണം ഒന്ന്. ചില ആളുകൾ പറഞ്ഞ അങ്ങനെയാണ്. പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ ഹഖ്ഖാണ്, കണ്ണേർ സത്യമാണ്. പക്ഷെ ഇവർക്കുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അവർ തള്ളിപ്പറഞ്ഞു. ഇപ്പതാ അൽഹംദുലില്ലാഹ് അവർ മാറ്റി പറയുന്നു, നമ്മൾ പറയുന്നത് പോലെ തന്നെ പറയുന്നു. കണ്ണേറില്ല, കണ്ണേറൊക്കെ തള്ളിക്കളയേണ്ടവരപ്പോ നമ്മൾ പറഞ്ഞെന്ന് തള്ളി പറയരുത്. ഇത് ഹദീസിലുള്ളതാണ്, തള്ളേണ്ടതല്ല, സ്വീകരിക്കേണ്ടതാണ്. വിവരമുള്ള ഒരാളും കണ്ണേറിനെ നിഷേധിക്കില്ല. അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ആളുകൾ ഇന്ന് പറയുന്നു കണ്ണേറുണ്ട്. നോക്കൂ നിങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖനായ പണ്ഡിതൻ ഹുസൈൻ സലഫി കണ്ണേറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, കണ്ണേർ വിവരമില്ലാത്തവരെ എതിർക്കുകയുള്ളൂ. വിവരമുള്ള ഒരാളും കണ്ണേറിനെ തള്ളിപ്പറയുകയില്ല. ആരായി പറയുന്നത്? ഇന്നലകളിൽ കണ്ണേറിനെ തള്ളിപ്പറഞ്ഞ ആളുകൾ. ഈ തള്ളിപ്പറഞ്ഞ കേൾപ്പിക്കാം. ആദ്യം അംഗീകരിക്കുന്നത് കേട്ടോളൂ, പറയട്ടെ. അതേ മഹാനായ അമാനി മൗലവിയതാ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു വാചകം എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് എത്ര സത്യം. ഇതിനെ നിഷേധിക്കുന്ന ആളുകളെ, ഇതൊക്കെ മൗഢ്യമാണെന്ന് പറയുന്നവരെ, ഇതൊക്കെ എതിർക്കുന്ന ഹദീസ് നിഷേധികളെ, ഒന്നാലോചിക്ക് മൗലവി എന്താ പറയുന്നത്? ബുദ്ധി കൊണ്ടും അറിവുകൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ കണ്ണേറ് നിഷേധിക്കുന്നുണ്ട്. കണ്ണേറ് നിഷേധിക്കുന്നവർക്ക് മൗലവി കൊടുത്ത ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ? ബുദ്ധിയില്ല. ഒന്ന്, കണ്ണേറ് നിഷേധിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താ? ഒന്ന്, ബുദ്ധിയില്ല. രണ്ട്, അറിവുമില്ല. മൂന്ന്, വെറും ഊഹാപോഹമാണെന്നാണ് അവര് പറയുന്നത്. കണ്ടില്ലേ? ബുദ്ധിയില്ലാത്തവരും അറിവില്ലാത്തവരുമാണ് കണ്ണേറിനെ നിഷേധിക്കുക. ഇനിയും അദ്ദേഹം പറയട്ടെ. അവർ പറയുന്നതൊക്കെ ഊഹാപോഹമാണെന്നാണ്. ഇനി കേട്ടോ,
ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും. ആരാണ് നിഷേധിക്കുന്നത്? ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും. മൂഢന്മാര് നമ്മളന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല. കണ്ണേറിനെ മുജാഹിദ് പ്രസ്ഥാനം കളിയാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു, സഹോദരന്മാരെ വിവരമില്ലാത്തതുകൊണ്ടാണ്, നമ്മളൊന്ന് പഠിക്കും, ഹദീസ് പഠിക്കുന്നവരുള്ളൂ, മൂഢന്മാരെന്നും പറഞ്ഞ് പരിഹസിച്ചിരുന്നില്ല. സലഫിപ്പോൾ പറയുന്നു കണ്ണേറ് നിഷേധിക്കുന്നവർ മൂഢന്മാരാണ്. ഇനിയോ മൂഢധാരണകളുടെ കട്ടിയേറിയ മറയ്ക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കട്ടി കൂടിയവരുമാണ്. തൊലിക്കട്ടി കൂടിയവരുമാണ് കണ്ണേറിനെ നിഷേധിക്കുക. കാട്ടിപ്പോത്തിനെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള തൊലിക്കട്ടിയുള്ളവർ അവരായിരിക്കും കണ്ണേറിനെ നിഷേധിക്കുക. ആര് പറയുന്നു? ഇവരെ കൂട്ടത്തിലെ ഉജ്ജ്വല വഅളുകാരൻ ഹുസൈൻ സലഫി പറയാം കണ്ണേറിനെ നിഷേധിക്കുന്നു. പറയട്ടെ, ആരാ പറഞ്ഞത്? അമാനി മൗലവി. ഇവരൊക്കെ നിഷേധിക്കുന്നവർക്ക് തൊലിക്കട്ടി, ഭയങ്കര തൊലിക്കട്ടി വേണം. അള്ളാന്റെ റസൂലിന്റെ ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നിഷേധിക്കുക, അതൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ മുശ്രിക്കായി പോയി, ശിർക്കായി, കുഫറായി എന്നൊക്കെ പറയാൻ കുറച്ചൊന്നല്ല, ഇൽമുമില്ല, ഒരു നിലക്കുള്ള വിവേകവുമില്ല. തൊലിക്കട്ടിയാണെങ്കിൽ ഗംഭീരവുമാണ് എന്നാ മൗലവി പറയുന്നത്. കണ്ടോ എന്താണ്? ഇൽമുമില്ല, വിവരമില്ല, തൊലിക്കട്ടിയത് ഭയങ്കരമാണ്, അതിമൂഢന്മാരുമാണ്. എന്നാ ഞാൻ കണ്ണേറിനെ നിഷേധിച്ച് കണ്ടോളി പഴയ കാലത്ത്. അപ്പൊ നമ്മളെ മനസ്സിലിങ്ങനെ തേട്ടി വരട്ടെ. ആരെ കണ്ണേറിനെ നിഷേധിക്കുക? വിവരമില്ലാത്തവർ അല്ലേ? പിന്നാരാണ്? മൂഢന്മാർ. പിന്നാരാണ്? അതിഭയങ്കര തൊലിക്കട്ടിയുള്ളവർ. ധാരാ പറഞ്ഞു ഹുസൈൻ സലഫി. ഇനി ആരാ നിഷേധിക്കുന്നത്? ഹുസൈൻ സലഫിയുടെ നേതാവായ അവരുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഷാവറയിലെ ഫത്വാ ബോർഡിലെ പ്രധാന അംഗമായ, നിസാരക്കാരനല്ല, അവരുടെ മുഷാവറയിൽ നിന്ന് സെലക്റ്റഡായ ആളുകളാണ് ഫത്വാ ബോർഡിൽ ഉണ്ടാവുക. ആ ഫത്വാ ബോർഡിലെ പ്രധാന അംഗമാണ് ഡോക്ടർ കെ സക്കരിയ സലാഹി. സക്കരിയ സലാഹി കണ്ണേറിനെ കളിയാക്കുന്ന കിട്ടുള്ളൂ. 98 പ്രസംഗിച്ചതാണ്. അന്ന് കണ്ണേറില്ലവർക്ക്, അന്ന് കണ്ണേർ വിശ്വസിക്കാൻ പാടില്ലവർക്ക്. സക്കരിയ സലാഹി കണ്ണേറിനെ കളിയാക്കുന്നുണ്ടോ? അല്ലേ? നമ്മുടെ വീട്ടിന്റെ പെരപ്പുറത്ത് ഒരു 5-6 കുമ്പളങ്ങ അല്ലെങ്കിൽ 5-6 വെള്ളരി അല്ല 5-6 മത്തൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അമൂട്ടിയാക്കയിൽ എങ്ങനെയാണ് പോകുമ്പോ, എന്താ സൈനവാന്റെ കുമ്പളങ്ങയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ എന്നാണ്. അമൂട്ടിയാക്ക വെറുതെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 1 വീണ് 2 വീണ് ആകെ മൊത്തം വീഴും പോയി. ആ മനുഷ്യന്റെ ഒരു നാവ് എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി. അമൂട്ടിയാക്ക ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോയിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചു വെക്കും. എന്തെങ്കിലും ഒരു മത്തലുണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനായി? കണ്ടാ വല്ലോനും പറഞ്ഞളയും. അപ്പൊ നാവേറ് തട്ടും. നാവുകൊണ്ടുള്ള ഏറ്, കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവുകൊണ്ടുള്ള ഏറ് കണ്ടോ? കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും കേട്ടിട്ടുണ്ട്. നാവുകൊണ്ടുള്ള ഏറ്, കണ്ണുകൊണ്ടുള്ള ഏറ്. പറയട്ടെ, പിന്നെ കണ്ണുകൊണ്ടുള്ള ഏറുന്നതാണ് കണ്ണേറ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറും ഷെറും അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസത്തിന് കടകവിരുദ്ധമാണ്. എന്താ പറഞ്ഞത്? ഹൈറും ഷെറും അള്ളാഹുവാണ് ചെയ്യുന്ന വിശ്വാസത്തിന് കടകവിരുദ്ധമാണ് കണ്ണേറുള്ള വിശ്വാസം. സലഫി എന്താ പറഞ്ഞത്? ഇങ്ങനെ പറയുന്നവർ വിവരമില്ലാത്തവരാണ്, ഇങ്ങനെ പറയുന്നവർ മൂഢന്മാരാണ്, ഇങ്ങനെ പറയുന്നവർ അവരുടെ തൊലിക്കെട്ടി അതിഭയാനകരമാണ്. ഇനി നമ്മൾ മാർക്കിട്ട് കൊടുത്താൽ മതി, വേറെ പണിയൊന്നുമില്ല. എന്തിനാ സഹോദര നമ്മൾ ഇതിന്റെ പിന്നാലെ പോണത്? എന്തിനാണ് നമ്മൾ ഇതിന്റെ പിന്നാലെ പോകുന്നത്? ഇനിയും സലഫി പറയട്ടെ കണ്ണേർ നിഷേധിക്കുന്നവരെ കുറിച്ച്. ഹുസൈൻ സലഫി തന്നെ പറയുന്നു കണ്ണേറിനെ കളിയാക്കുന്നവരെ കുറിച്ച്, കണ്ണേർ നിഷേധിക്കുന്നവരെ കുറിച്ച്. അദ്ദേഹം ചോദിക്കുക, കണ്ണേറൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ മുഷിരിക്കാകുകയാണെങ്കിൽ റസൂലുള്ളാഹി മുഷിരിക്കാകൂലേ? റസൂലുള്ളാഹി മുഷിരിക്കാകൂലേ? ഇമാം ബുഖാരിയിൽ നിന്നാണ് മുശ്രിക്കാവൂലേ? നമ്മളിതല്ലേ പറഞ്ഞത്? പറയട്ടെ, സാധാരണ നമ്മൾ ചെറുശ്ശേരിസാക്ക പ്രസംഗം തുടങ്ങുമ്പോൾ ചെല്ലുന്ന ദിക്റാണത്. മിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അംഗീകരിക്കുമാറാവട്ടെ. എല്ലാവിധ അസുഖങ്ങളും അല്ലാഹുവിനെ പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ഇന്ന് സലഫീൻ ചെല്ലാൻ തുടങ്ങിയത്. ചെല്ലട്ടെ. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടി എല്ലാവിധ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു.
എല്ലാ ഇഴജന്തുക്കളുടെയും വിഷജീവികളുടെയും ഷർറിൽ നിന്ന് അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു. എല്ലാ ദോഷമുള്ള ആക്ഷേപകാരിയായ കണ്ണിന്റെ ഷർറിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമക്കൾക്ക് വേണ്ടി നടത്തിയ ദുആ നടത്തിയിട്ട് പറഞ്ഞു, മക്കളെ, ഇത് ഞാൻ മാത്രം പറയുന്ന ഒരു ദുആയല്ല, നമ്മുടെ പൂർവീകനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അതേ അവിടുത്തെ രണ്ട് പൊന്നോമന മക്കളായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും ഇതേ ദുആ കൊണ്ട് ദുആ നടത്തിയിട്ടുണ്ട്, കാവൽ ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ അതിൽ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു. കണ്ടത് ആര് നടത്തിയിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും ഇതേ പ്രാർത്ഥന കൊണ്ട് കാവൽ നടത്തിയിട്ടുണ്ട്. ഇത് കണ്ണേർന്ന് രക്ഷപ്പെടാൻ. അമിൻ കുല്ലി ഐനിൻ ലാമ്മ, അവ കണ്ണേറിപ്പോ പ്രശ്നമല്ല. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, കണ്ണേറിലെ വിശ്വാസം ചെറുക്കാണെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി മുശ്രിക്കാണെന്ന് പറയേണ്ടവരില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശ്രിക്കാണെന്ന് പറയേണ്ടവരില്ലേ? പറയട്ടെ. അതിൽ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു, ദുഷ്ടജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു, വിഷജീവികളുടെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു, ആക്ഷേപകാരിയായ കണ്ണുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. പറയൂ, കണ്ണേറ് കൊണ്ട് എന്തെങ്കിലും ബാധിക്കുമെന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ വിധിപ്രകാരം അങ്ങനെ സംഭവിക്കും എന്ന് വന്നാൽ അത് ശിർക്കാണെന്ന് പറയുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് പ്രചരിപ്പിച്ചുവോ? അത് ഉദ്ധരിച്ച ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ കിതാബിൽ ശിർക്ക് പ്രചരിപ്പിച്ചുവോ? ഞങ്ങളും നിൽക്കാരം വരെ ചോദിച്ചതല്ലേ ഇതൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിപ്പിച്ച ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുശ്രിക്കായോ? ഇതൊക്കെ പഠിപ്പിച്ച ഇമാം ബുഖാരി തങ്ങളെ മുശ്രിക്കായോ? ഇമാം മുസ്ലിം തങ്ങളെ മുശ്രിക്കായോ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി മുശ്രിക്കായോ? ഇമാം നബവി റഹ്മത്തുള്ളാഹി മുശ്രിക്കായോ? ഇതുവരെ കഴിഞ്ഞുപോയ അയിമ്മത്തുൽ അർബഅ ഉൾപ്പെടെയുള്ള ഇമാമിയങ്ങളൊക്കെ അവരൊക്കെ മുശ്രിക്കായോ? കാഫിറായോ? ഇപ്പോഴവർക്ക് ഇങ്ങനെ ബോധോദയം ഉണ്ടാകണത്. ഇപ്പൊ പറയും ഇമാമിങ്ങളൊന്നും കാഫറാക്കാൻ പറ്റില്ല, ഇമാമിങ്ങളൊന്നും മുശ്രിക്കാക്കാൻ പറ്റില്ല. ഏതായാലും അൽഹംദുലില്ലാ ഒരു ചോദ്യകർത്താവിടെ എത്തിയ സ്ഥിതിക്ക് ഇപ്പൊ തൽക്കാലം നിർത്തിവെക്കുന്നു. ബാക്കി കാര്യങ്ങൾ ചോദ്യത്തിനനുസരിച്ചുകൊണ്ട് അല്ലെ, ചോദ്യത്തെ എത്തിയിട്ടില്ലേ അല്ലെ? ചോദ്യകർത്താക്ക് മുന്നിൽ അവസരം കൊടുക്കണം, ബേക്കിലാകരുത്. അവർക്ക് മുന്നിൽ ഇരിക്കാൻ അവസരം കൊടുക്കണം. നിങ്ങൾ അല്ല മുന്നിലായിക്കോട്ടെ, ആ കാര്യം തിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് മുന്നിലിരിക്കുക. ചോദിക്കുന്ന ആളെ പേര് പറയണം, സംഘടനാ ബന്ധം പറയണം. ആദ്യമായിട്ട് രണ്ടൊരു കാര്യം സൂചിപ്പിക്കുന്നു, ചോദിക്കുന്നവർ വിദഅത്ത് സംഘടനയുമായി ബന്ധമുള്ളവരായിരിക്കണം. മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള സംഘടനാ പ്രവർത്തകന്മാർക്ക് നമ്മൾ അവസരം കൊടുക്കുന്നുള്ളൂ. നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഇവിടെ അവസരമില്ല. നമ്മുടെ പ്രവർത്തകന്മാർക്ക് അതിന് ഇൻഷാ അല്ലാഹ് ഇവിടെ ഉസ്താദ്മാരൊക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടിയല്ല നമ്മൾ സമയം മാറ്റിവെച്ചിട്ടുള്ളത്. മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലുള്ള പ്രസ്ഥാനത്തിൽ പെട്ടുപോയവർക്കാണ് നമ്മൾ അവസരം കൊടുക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുന്ന ആള് എണീറ്റ് നിന്ന് പേര് പറയണം, അവരുടെ സ്ഥലം പറയണം, ഏത് പ്രസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് പറയണം. അതിൽ വല്ല സംഘടനാ ബന്ധവും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടിരുന്നോട്ടെ, കുറച്ചും മുന്നോട്ട് ഇങ്ങോട്ടിരുന്നോട്ടെ. അവിടെ ആ ബോക്സ് കൂക്കും, ആ രണ്ടും കോർലെസ്സും വയ്ക്കും ബോക്സ് മുന്നിൽ വരുമ്പോൾ ചിലർ കൂക്കല്ല, മുന്നോട്ടിരുന്നോട്ടെ. അത് പറയണം. പറഞ്ഞ ശേഷം ചോദ്യം ചോദിക്കണം. ചോദിച്ച ശേഷം മൈക്ക് നമ്മളെ സംഘാടകരെ ഏൽപ്പിക്കണം. നമ്മളെ വളണ്ടിയർമാരാണ് അടുത്ത് നിൽക്കണം. ആ മൈക്ക് തിരിച്ചു മേടിക്കണം. എന്നിട്ട് ഇവിടെ ഉത്തരം പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ഉത്തരം തൃപ്തികരമാണെങ്കിൽ തൃപ്തികരം എന്ന് പറയാം, അല്ലെങ്കിൽ വീണ്ടും പറയണമെന്നാണ് വീണ്ടും പറയാം. സംഘാടകരോടും അതോടെ ഓഡിയൻസിനോടും പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ ഇടപെടരുത്. അവർക്ക് ചോദിക്കാനോ പറയാനുള്ളൊക്കെ തുറന്ന അവസരമാണ് അവർ പറഞ്ഞോട്ടെ. ചിലപ്പോൾ പ്രകോപനമായ രീതിയിൽ അവർ പറഞ്ഞേക്കാം, നമ്മൾ ദേഷ്യപ്പെടുന്ന വാക്കുകൾ ഉപയോഗിച്ചേക്കാം. പക്ഷെ സദസ്സ് ഒരിക്കലും ഇടപെടരുത്. സദസ്സ് ഒരിക്കലും ഇടപെടരുത്. അവർക്ക് പറയാനുള്ളതൊക്കെ തുറന്നു പറയാനുള്ള അവസരമാണ്. നമ്മൾ അവസരം വകവെച്ചു കൊടുക്കണം. മറ്റൊന്ന് ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത്, ചോദിക്കുമ്പോൾ ചോദ്യത്തിലുള്ള ചില അവ്യക്തതകൾ നീക്കാൻ വേണ്ടി, ഉത്തരം ക്ലിയർ ആകാൻ വേണ്ടി ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ചോദിക്കും. ഞങ്ങൾ ചോദിക്കാൻ വന്നവരാണ്, നിങ്ങൾ മറുപടി അറിയേണ്ട ആൾക്കാരാണ്, ഇങ്ങോട്ടൊന്നും ചോദിക്കരുത് എന്നൊന്നും പറയരുത്.
ചില ചോദ്യങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ ചിലപ്പോൾ ഒരു ഉപചോദ്യം അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. ആ ചോദ്യത്തിന് മറുപടി പറയാനും ചോദ്യകർത്താക്കൾ സന്നദ്ധരാകണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു. എല്ലാവരും ശ്രദ്ധയോടുകൂടെ താല്പര്യത്തോടെ ഇരിക്കുക. ആരെ ഭാഗത്തുനിന്ന് ചോദ്യകർത്താക്കളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ സദസ്സിന് ഒരാളെ ഭാഗത്തുണ്ടാവരുത്. ചോദ്യകർത്താക്കൾ എത്ര പ്രകോപിതരായാലും, ഇവിടെ ചോദ്യകർത്താക്കൾ അങ്ങനെയാണെന്നല്ലോ പറയുന്നത്. നമ്മൾ പല ഭാഗത്തും മുഖാമുഖം നടത്തുമ്പോൾ പല രീതിയിലുള്ള പല സ്വഭാവക്കാരും വരാറുണ്ട്. പക്ഷെ അവരൊന്നും നമ്മൾ വേദനിപ്പിക്കാറില്ല, അവരൊന്നും നമ്മൾ പ്രയാസപ്പെടുത്താറില്ല. അതുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് ഇത് എസ്കേഎസ്എഫിന്റെ വേദിയാണ്, സമസ്തയുടെ വേദിയാണ്. അവർക്ക് മാന്യമായി ചോദിക്കാനുള്ള അവസ്ഥ സൃഷ്ടിക്കണം. പിന്നെ നമ്മൾ പേര് സംഘടനയൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇടങ്ങാറാക്കണേ. അതെന്തിനാ ചോദിച്ചാൽ നമ്മളിന്ന് അങ്ങനെ പറയിപ്പിച്ചിട്ടില്ലെങ്കിൽ നാളെ പലരും പറയും അതൊക്കെ റെഡിമെയ്ഡ് മുഖാമുഖായിരുന്നു, അവർ തന്നെ ആരോ കൊണ്ടുവന്നിട്ട് അവരിനോട് ചോദിക്കുക, അവരിന് മറുപടി അറിയുക, അതാണ് പാസ്സാക്കലെന്നത് വേണ്ട. ആ തെറ്റിദ്ധാരണ തീർന്നോട്ട് നിൽക്കണം ഏത് നാട്ടുകാരനാണ്. അപ്പൊ നാട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടുകാരൊക്കെ ഭാഗത്തുണ്ടാകുമല്ലോ. ഏത് സംഘടനാ ബന്ധമാണ് ആ സംഘടന പറയണം. മുജാഹിദാണെങ്കിൽ മുജാഹിദിൽ ഇപ്പോ ഏകദേശം 8ഓളം ഗ്രൂപ്പുകളുണ്ട്. 1 ജിന്നൂരികൾ, 2 ഇൻസൂരികൾ, 3 മടവൂരികൾ, 4 ഇരിവേറ്റികൾ, ഇങ്ങനെ തുടങ്ങി 8ഓളം ഗ്രൂപ്പുകൾ ഇപ്പൊ നിലവിലുണ്ട്. അത് ഏത് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതെന്ന് പറയേണ്ടതും വളരെ നന്നായിരിക്കും. കാരണം നമ്മളിവിടെ മറുപടി പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് പറയും ഞങ്ങൾക്കത് ബാധകമല്ല എന്ന് പറയും. അത് ബാധകമല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് പറയാണ് അത് ഏത് ഗ്രൂപ്പാണ്, അത് പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് കൂടി സാന്ദർഭ്യമായിട്ട് ഉണർത്തുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ ചോദ്യകർത്താവിനെ സർവാത്മന നല്ലൊരു മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ആദ്യം തന്നെ ഉസ്താദ് പറഞ്ഞതിനോടൊരു ചെറിയ വിയോജിപ്പുണ്ട്. കാരണം ആദ്യമായി സംഘടനകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പേര് ഇർഫാൻ, ഞാൻ ചപ്പാരപ്പുഴ പെരുമാളാബാദാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം സംഘടനയുടെ ഒരു പ്രവർത്തകനാണ്, എസ്കേഎസ്എഫിന്റെ പ്രവർത്തകൻ തന്നെയാണ്. തബ്ലീഗ് ആദ്യം തന്നെ ഉസ്താദ് പറഞ്ഞല്ലോ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗുകാർ വിദഗ്ധകാരാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാ പള്ളികളിലും സുന്നി ഉസ്താദുമാർ നിൽക്കുന്ന പള്ളികളിൽ തന്നെയാണ് അവർ പ്രബോധനം നടത്താറ്. അത് അവർക്കൊരു സഹായകം അല്ലേ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ അതിന് നിങ്ങൾ ഇതുവരെ ഒരു തടസ്സമുണ്ടാകുന്ന രീതി സാധാരണ പണ്ഡിതന്മാരുടെ ഇടയിൽ കാണാറുണ്ടായിട്ടില്ല. അതിലുള്ള ഒരു ചോദ്യമാണ്. സഹോദരന്റെ ചോദ്യം എല്ലാവരും കേട്ടു. ചോദ്യം ചോദിച്ച സഹോദരൻ എസ്കേഎസ്എഫിന്റെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യം ആരംഭിച്ചത്. ഇൻഷാ അല്ലാഹ് എസ്കേഎസ്എഫിന്റെ പ്രവർത്തകർക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ പുതിയ തലമുറയിൽ ഒരു ചെറിയൊരു ശതമാനം ആളുകളുടെ ഇടയിൽ ശക്തമായതോ അല്ലെങ്കിൽ ദുർബലമായതോ ആയ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ ബിദ്അഈ പ്രചരണങ്ങൾ അല്ലെങ്കിൽ പുത്തൻവാദങ്ങൾ, ആ പുത്തൻവാദങ്ങൾ തിരുകിക്കയറ്റുന്ന പുതിയ ശ്രമങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ചോദ്യോത്തരങ്ങൾ ആദ്യം വരട്ടെ. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരങ്ങൾ, ഒരിക്കലും തന്നെ ഇവിടെ നമ്മുടെ പ്രസംഗത്തിൽ ഒരു മുജാഹിദിനെയോ ജമാഅത്തിനെയോ നമ്മൾ ഖുറാഫിന്നോ അല്ലെങ്കിൽ വളരെ മോശമായ മ്ലേച്ഛമായ പദപ്രയോഗങ്ങൾ ഒരു മുജാഹിദ് മൗലവിയുടെ പ്രസംഗത്തിന്റെ ആദ്യം മുതൽക്ക് അവസാനം വരെ നമ്മളത് കേട്ടാൽ എന്തൊക്കെ തെറിപ്പൂരങ്ങളുടെ കൂമ്പാരങ്ങളാണ് അവരുടെ നാവിൻ തുമ്പിലൂടെ ഉതിർന്നു വരാറുള്ളത് അല്ലേ? ഫൈസൽ മൗലവി, അതുപോലെ തന്നെ ചുങ്കത്തറക്കാരൻ, എന്താണ് അയാളുടെ പേര്, സുഹൈർ ചുങ്കത്തരൊക്കെ പ്രസംഗിക്കുന്ന ആ വാക്കുകൾ, ആ നാവുകൾ ഉപയോഗിക്കുന്ന ബാലുശ്ശേരിയൊക്കെ പറയുന്നത് സുന്നി മദ്രസയിൽ പഠിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത തമീസിന്റെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളൊക്കെ ഖദർ അലൈഹിസ്സലാം അന്നൊരു കുട്ടിയെ അറുത്തു കൊന്നതുപോലെ കൊല്ലുകയാണ് വേണ്ടത്. ഇമ്മാതിരിക്കത്തെ അതിരൂക്ഷമായ സുന്നി സമൂഹത്തോട് ഇത്രമാത്രം വിഷലിപ്തമായ അസഹിഷ്ണുത മനസ്സിൽ പേറി നടക്കുന്ന ഒരു വർഗം ഭൂമി ലോകത്ത് ഇവിടുത്തെ മുജാഹിദുകളെ അല്ലാതെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അത്രമാത്രം ദേഷ്യവും വിദ്വേഷവും കണ്ടാൽ അറുത്തു കൊല്ലണമെന്ന് ഇവിടുത്തെ വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് പോലുമില്ലാത്ത വെറുപ്പും അറപ്പുമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുജാഹിദുകൾക്ക് സുന്നികളുള്ളത്. അത് തെറ്റിദ്ധാരണയാണ്. അവർക്ക് വരുത്തിവെക്കപ്പെട്ട തെറ്റിദ്ധാരണയുടെ പ്രതിഫലനമാണതൊക്കെ.
അപ്പൊ അത് നമുക്ക് സഹൃദയ ബുദ്ധിയ സാഹോദര്യ ഭാഷയിൽ ഉണർത്തി കൊടുക്കണം. സഹോദരന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. തബ്ലീഗ് ജമാഅത്തുകാരൻ, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ആശയം പേറിയവൻ തികഞ്ഞ മുബ്തദിഅാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഉന്നത ശീർഷരായ മഹാപണ്ഡിതന്മാർ 1965 ഒക്ടോബർ മാസം 16-ാം തീയതി കൂടിയ മുശാവറയിൽ അതിന്റെ മാസങ്ങളോളമായുള്ള പഠന പര്യവേഷണങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് തീരുമാനമെടുത്തു, തബ്ലീഗ് ജമാഅത്ത് മുബ്തദിഉകളുടെ ജമാഅത്താണ് എന്ന്. മുബ്തദിഉകളുടെ ജമാഅത്തുകളുമായി അനുവർത്തിക്കേണ്ടുന്നത് എന്തൊക്കെയുണ്ടോ ആ രൂപത്തിൽ തന്നെയാണ് തബ്ലീഗിനെയും നമ്മൾ കാണേണ്ടത്. തബ്ലീഗ് ജമാഅത്തുകാരനോ അല്ലെങ്കിൽ ഒരു മുജാഹിദ് തന്നെയോ നമ്മുടെ പള്ളിയിൽ വന്നുകൊണ്ട് 5 വക്ത് നിസ്കരിക്കുവാൻ നാം തടസ്സം ചെയ്യില്ല. അവനെ ഇമാമത്ത് നിർത്തില്ല, പക്ഷേ അവനക്ക് മഅ്മൂമായി നിൽക്കാം, ഒറ്റക്കും നിസ്കരിക്കാം, അതിന് നമ്മൾ തടസ്സം നിൽക്കില്ല. അവന് വേണമെങ്കിൽ ഇഅ്തികാഫ് ഇരിക്കാം, അതു തടസ്സം ചെയ്യുകയില്ല. അതേ സമയത്ത് അവനെ ഇമാമത്ത് നിർത്തുകയില്ല. അത് തബ്ലീഗുകാരൻ നിർത്തുകയില്ല, ജമാഅത്തെ ഇസ്ലാമിയെ നിർത്തുകയില്ല, മുജാഹിദിനെ നിർത്തൂല. അതിനർത്ഥം അവരൊക്കെ കാഫിര്യങ്ങളാണെന്നല്ല. ഒരു പെണ്ണ് പള്ളിക്ക് വന്നാൽ അവളെ മെഹ്റാബിൽ നമ്മൾ കയറ്റൂലല്ലോ. അതിനർത്ഥം പെണ്ണ് കാഫിറാന്നാ. ഒന്നുണ്ടാക്കാത്തവൻ പള്ളിയിൽ വന്നാല് ഓനെ നമ്മൾ ഇമാമത്ത് നിർത്തൂലല്ലോ. അതിനർത്ഥം കാഫിറാണെന്നാ? അല്ല, കാഫിറല്ല, പക്ഷെ ചില ദൗർബല്യങ്ങളുണ്ട്. ഇവർക്കുള്ള ദൗർബല്യം എന്ന് പറയുന്നത് ഖൽബിന്റെ ഉള്ളിൽ ഉള്ള ഈമാനിന്റെ കാര്യത്തിൽ അഥവാ അഖീദയിൽ ആണ് ഇവർക്ക് ദൗർബല്യങ്ങൾ ഉള്ളത്. ഈ ദൗർബല്യങ്ങൾ പേറി നടക്കുന്നവരെന്ന നിലക്ക് മുബ്തദിഉകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരെ ഇത്തരം കാര്യങ്ങൾക്ക് നാം ഏൽപ്പിക്കുകയില്ല. ആശയപ്രചാരണത്തിനും അവർക്ക് നമ്മുടെ പള്ളികൾ സൗകര്യപ്പെടുത്തി കൊടുക്കാൻ പറ്റൂല. സുന്നികളുടെ പള്ളികൾ ഇവിടുത്തെ മുജാഹിദുകൾക്കോ ജമാഅത്തുകാർക്കോ തബ്ലീഗുകാർക്കോ ആശയപ്രചാരണത്തിന് വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുക്കാൻ പറ്റൂല. എവിടെങ്കിലും അങ്ങനെ ഒരു അയന്ന സമീപനം ഏതെങ്കിലും കമ്മിറ്റിക്കാർ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ നിലപാട് നിങ്ങൾ തിരുത്തണം. എവിടെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളിയിൽ സുന്നിക്ക് അവിടെ പോയിട്ട് ആശയം പ്രചരിപ്പിക്കാൻ അയക്കുന്നുണ്ടോ? മുജാഹിദിന്റെ പള്ളിയിൽ സുന്നിയുടെ ആശയം പ്രചരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? തബ്ലീഗുകാരന്റെ പള്ളിയിൽ സുന്നിയുടെ ആശയം പ്രചരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. പിന്നെന്തിനാ കൂട്ടരെ നമ്മളെ പള്ളിയിൽ അവരുടെ ആശയം, അവരുടെ ഹൽഖ, അതെന്തിനാ? അപ്പൊ അതുകൊണ്ട് തന്നെ അതല്ലേ ചോദ്യം. സമസ്ത പള്ളിയാലും വേണ്ട, ഓൾ ഇന്ത്യ പള്ളിയാലും വേണ്ടില്ല, ഏത് പള്ളിയാലും അതിന് സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റൂല. സമസ്തയുടെ നിലപാടാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോ തളിപ്പറമ്പത്തുകാർക്ക് മാത്രം ആ നിലപാടിൽ നിന്ന് പിറകോട്ട് പോകാൻ യാതൊരു അവകാശവുമില്ല. ചോദ്യത്തിന് മറുപടിയായി ബാക്കി കാര്യങ്ങൾ നടപ്പിൽ വരുത്തേണ്ടവർ നടപ്പിൽ വരുത്തുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശയപരമായി വിയോജിപ്പുള്ള ആളുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരട്ടെ, കേട്ടോ സഹോദര. ഇനി ആശയപരമായി വിയോജിപ്പുള്ള ആളുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരട്ടെ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാര് സൂചിപ്പിച്ച ആ വാക്കുകൾക്ക് അടിവരയിടുകയാണ്. കാരണം ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കക്കുപ്പടി ഉസ്താദിനെയും MT ഉസ്താദിനെയും ബന്ധപ്പെട്ടപ്പോൾ അവർ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രദേശത്തെ ബിദ്അഈ പ്രസ്ഥാനക്കാരെ, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് എന്നീ പ്രസ്ഥാനക്കാരെ നിങ്ങൾ നേരിട്ട് വളരെ മാന്യമായി ക്ഷണിക്കണം, അവർക്ക് അവസരം നൽകണം. കാരണം ഇവിടെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നാളെ ഈ വേദി കഴിഞ്ഞ് നാളെ പ്രഭാതം പുലർന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രചരിപ്പിക്കുക. സുന്നികൾ തന്നെ ചോദിച്ചു, അവർ തന്നെ മറുപടി പറഞ്ഞു. അതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നും ഉണ്ടായതുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര് ഞങ്ങൾക്ക് തന്ന നിർദ്ദേശപ്രകാരം ഈ തളിപ്പറമ്പ് പ്രദേശത്തെ മസ്ജിദ് തൗഹീദ്, സലഫി മസ്ജിദ്, മസ്ജിദുൽ അൻസാർ, അതുപോലെ തന്നെ മസ്ജിദുൽ ഇഹ്സാൻ, ഈ 4 പള്ളികളിലും ഞങ്ങളുടെ പ്രവർത്തകർ നേരിട്ട് കത്ത് നൽകുകയും അവരെ നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ പരിപാടി സിരിസാഹിബ് ഗ്രൗണ്ടിൽ നിന്ന് മാറ്റി ഇവിടത്തേക്ക് മാറ്റിയപ്പോൾ അതിന്റെ കത്ത് കൂടി നൽകി വളരെ മാന്യമായിട്ടാണ് അവരെ ക്ഷണിച്ചത്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അടിവരയിട്ടുകൊണ്ട് പറയുന്നു, അത്തരം ആളുകൾക്കുള്ള ഒരു വേദിയായി നമ്മൾ ഇതിനെ കാണണം എന്നല്ലാതെ നാളെ മറ്റൊരു വാക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് ദിൽ ഇസ്ലാമിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്.
നേരത്തെ പറഞ്ഞതുപോലെ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണം. നമ്മൾ അവർക്കുള്ള അവസരമാണ്. സംഘാടകർക്ക് നമ്മൾ പലപ്പോഴും പഠന ക്യാമ്പുകൾ വെക്കാറുണ്ട്, ആദർശ വേദികൾ അവർക്കായിട്ട് വെക്കാറുണ്ട്. അത് അത്തരം സ്ഥലങ്ങൾ അവർ ഉപയോഗപ്പെടുത്തണം. ഇത് നമ്മൾ മറുവിഭാഗങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സദസ്സാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരണം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ട് നമ്മൾ കത്ത് കൊടുത്ത് ക്ഷണിച്ചിട്ടുണ്ട്. ആളുകളെ കിട്ടുമ്പോൾ വസ്വാസം ഉണ്ടാക്കുന്നതല്ലല്ലോ ബുദ്ധി. പലപ്പോഴും ഇത്തരം വിഭാഗങ്ങളൊക്കെ ചെയ്യാറുള്ളത് സാധാരണക്കാരായ ആളുകളെ കണ്ടെത്തി അവരിലേക്ക് എന്താ ഖുത്ബ മലയാളത്തിൽ എഴുതിയ കുഴപ്പമെന്താ, സ്ത്രീകൾ പള്ളിയിലേക്ക് പോയാൽ എന്താ എന്നൊക്കെ ചോദിച്ച് വസ്വാസം ഉണ്ടാക്കാറുണ്ട്. എന്നാ അവർക്ക് ഇവിടെ ഒന്ന് ചോദിച്ചൂടെ? നമ്മൾ നേരിട്ട് ക്ഷണിച്ചതല്ലേ? അതാണ് ഇപ്പൊ ചോദിക്കേണ്ടത്. അതിനാണ് നമ്മുടെ ഈ വേദി. നമ്മുടെ സംഘാടകരും നമ്മുടെ പ്രവർത്തകന്മാരെ ശ്രദ്ധിക്കണം. നമ്മൾ അവർക്ക് വേണ്ടിയാണ് വേദി ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ വന്ന് ചോദിക്കട്ടെ, അവരുടെ സംശയങ്ങൾ തീർക്കട്ടെ. അത്തരക്കാരുണ്ടെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നു. നമ്മുടെ വിഷയം തുടരുകയാണ്. അവരാരെങ്കിലും വന്നാൽ മുന്നിലേക്ക് വരണം, സംഘാടകരെ സമീപിക്കണം. അവർ വരുന്നത് വരെ നമ്മൾ വിഷയം തുടരുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഒരു കാലത്ത് ഇതിനൊക്കെ നിഷേധിച്ച ആളുകൾ ഇതൊക്കെ തിരുത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതന്നെയാണ് ഇവരൊന്നും മുന്നിക്ക് വരാത്തത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാണിക്കാനും കളിപ്പിക്കാനുണ്ട്. അവർക്ക് ശരിക്കും അറിയാം, അതുകൊണ്ടാണ് വരാത്തത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ തൽക്കാലം മാറിക്കൊടുക്കുക. അവർ വരട്ടെ, അവർക്ക് അവസരം കൊടുക്കുക. അവരൊന്ന് ചോദിക്കട്ടെ. നമ്മൾ കത്ത് കൊടുത്ത് ക്ഷണിച്ചതല്ലേ, അവരെന്നെ വരട്ടെ, അവരെന്നെ ചോദിക്കട്ടെ. ഇല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ പറയണം അവരോട്, ഇനി മുതൽ ഞങ്ങളെ ഒന്ന് വസ്വാസം ഉണ്ടാക്കരുത്, നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം തന്നല്ലോ, തുറന്ന അവസരം. എത്രത്തോളം നമ്മൾ പറഞ്ഞു, ചോദിക്കുമ്പോൾ ചോദ്യകർത്താവ് എത്ര പ്രകോപിതനായാൽ പോലും സദസ്സ് ഇടപെടരുത്. അവർ പറയാനുള്ളത് പറഞ്ഞോട്ടെ, അവർ ചോദിക്കാനുള്ളത് ചോദിച്ചോട്ടെ, നമ്മൾ ഇടപെടില്ല. അത്രത്തോളം നമ്മൾ അവസരം സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ടാ അവർ പൂർണ്ണ മനസ്സോടെ ധൈര്യത്തോടെ വന്ന് ചോദിക്കട്ടെ. ആ ചോദിക്കാനുള്ള എല്ലാ നിലക്കുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്തിൽ പെട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരാവുന്നതാണ്, ചോദിക്കാവുന്നതാണെന്ന് സാന്ദർഭികമാക്കുന്നു. അതാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നമ്മുടെ പ്രവർത്തകന്മാരും അല്ലാത്തവരും, നമ്മുടെ പ്രവർത്തകന്മാർ മാത്രമല്ല മുജാഹിദ് സുഹൃത്തുക്കളും കാത്തിരിക്കുന്നു. ഈ തളിപ്പറമ്പ് പ്രദേശത്തെ മുജാഹിദുകൾ വന്ന് ചോദിക്കുന്ന പ്രതീക്ഷയോടെ അവരും കാത്തിരിക്കുക. അപ്പൊ അത്തരക്കാരായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരണമെന്നാണ് സ്നേഹത്തോടെ നടത്താനുള്ളത്. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. പറഞ്ഞുകൊണ്ടുവന്ന വിഷയം പൂർവികരായ ആളുകൾ പ്രചരിപ്പിച്ച, നമ്മുടെ ഇമാമിയങ്ങൾ പ്രചരിപ്പിച്ച, കഴിഞ്ഞുപോയ നല്ലവരായ സമുദായങ്ങൾ പ്രചരിപ്പിച്ച ആശയങ്ങളെ തള്ളിപ്പറഞ്ഞ് കടന്നു വന്ന ഈ വിഭാഗങ്ങൾ അവരുടെ ആശയങ്ങളൊക്കെ പരിപൂർണമായി തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? അതിന്റെ പ്രധാന ഘടകം ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് അറിവില്ലായ്മയാണ്. രണ്ട് അറിവില്ലായ്മ എന്നുള്ള അറിവില്ലായ്മ. അറിവില്ല എന്നുള്ള അറിവുണ്ടായില്ല. നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ മുജ്തഹിദ്. ഹദീസൊക്കെ നമുക്ക് തന്നെ തിരിയും. എന്നിട്ടോ ഒരു ഹദീസ് നോക്കും, അത് നമ്മളെ ബുദ്ധിക്ക് കൊള്ളൂലേ, അപ്പൊ തള്ളിക്കളയും. ഇതല്ലേ ഇവർ ചെയ്തത്. സ്വഹീഹുൽ ബുഖാരിൽ ഹദീസ് വന്നാൽ പോലും ഇവരെന്താ ചെയ്തത്? വളരെ ലാഘവത്തോടുകൂടെ യാതൊരു മെയിൻറ്റെയിൻ ചെയ്യാതെ തള്ളിക്കളയുന്ന രീതിയല്ലേ ഇവർ സ്വീകരിച്ചത്. സ്വഹീഹുൽ ബുഖാരിൽ വന്ന ഹദീസിനെ കുറിച്ച് പോലും ഇവർ പറഞ്ഞെന്താ? ബുഖാരിയല്ല, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ സംസ്ഥാന കമ്മിറ്റിയിൽപ്പെട്ട പ്രമുഖനായ നേതാവ് ഈ അടുത്ത കാലത്ത് പ്രസംഗിച്ചതാണ്, ബുഖാരിയല്ല, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കൂല. ബുഖാരി എന്ന് പോലും ഉച്ചരിക്കാൻ അറിയാത്ത ആള് ബുഖാരി എന്നാ പറയണത്. എന്നിട്ട് പറയാ ബുഖാരിയല്ല, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാൽ സ്വീകരിക്കൂല. എനിക്ക് പറ്റാത്ത ഹദീസാണ്, ഞാൻ തള്ളിക്കിടക്കും, ഞാൻ ഹദീസ് ചാടിക്കിടക്കും, ആ ഹദീസിനെ തള്ളിക്കളയും, ചവറ്റുവട്ടയിലേക്ക് വലിച്ചെറിയും. എന്തിനെ? ഹദീസിനെ തള്ളിക്കളയും. ഇത് നമ്മളൊരു കാലത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോഴത്തെ മുജാഹിദിന്റെ പോക്ക് ഗൗരവമായി കണ്ടുകൊണ്ട് ഹുസൈൻ സലഫി തന്നെ രംഗത്ത് വരികയാണ്. ഹുസൈൻ സലഫി പറയാണ്, നമ്മുടെ നേതാക്കന്മാർ ഇപ്പൊ എവിടെത്തിപ്പോയി? ഹദീസ് ചാടിക്കിടക്കുന്നവരായിപ്പോയി, ഹദീസ് തള്ളിക്കളയുന്നവരായിപ്പോയി, ബുഖാരിയെ തള്ളിപ്പറയുന്നവരായിപ്പോയി. പറയുന്നതാര്? സാക്ഷാൽ ഹുസൈൻ സലഫി തന്നെ പറയുന്നു. നിങ്ങൾ വിവരമില്ലാത്തതാണ് പലതിനെയും നിഷേധിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് പഠിക്കലേ നിവൃത്തിയുള്ളൂ. എല്ലാ അന്ധവിശ്വാസാന്ന് പറഞ്ഞു വിവരമില്ലാത്താണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഇനിയിപ്പോ എന്തേ മാറുള്ളൂ? പഠിക്കന്നെ. എന്നിട്ട് അദ്ദേഹം പറയാ, എല്ലാം അന്ധവിശ്വാസം തള്ളിക്കളയണ്ട.
അതിനിടയ്ക്ക് നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ എല്ലാവരും സഹകരിക്കണം. നമ്മുടെ ഇവിടുത്തെ ശാഖാ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച പരിപാടിയാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഓഡിറ്റോറിയം മറ്റൊക്കെ ആകുമ്പോൾ വലിയൊരു ബാധ്യത വരുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നല്ലൊരു സംഖ്യ എല്ലാവരും സാധാരണത്തെ പോലെ കാണാതെ നല്ലൊരു സംഖ്യ എല്ലാവരും കൊടുത്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാൻ പറയട്ടെ. അതുകൊണ്ട് പഠിക്കലേ നിവൃത്തിയുള്ളൂ. എല്ലാ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളുമ്പോ എന്താ സംഭവിക്കുന്നത്? സഹീഹ് ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഹദീസുകളെ വലിച്ചെറിയാണ്. ചിലർക്കൊക്കെ ബുഖാരിയിലെ ഹദീസ് കാണുമ്പോൾ ഓക്കാനം വരുന്നു, ഛർദി വരുന്നു, അലർജി വരുന്നു. ചില ഹദീസുകൾ കാണുമ്പോൾ ചില ലേഖകന്മാർക്കും നേതാക്കന്മാർക്കും ഒന്നും തിരിഞ്ഞു നോക്കാൻ കഴിയാഞ്ഞിട്ടവര് ചാടിക്കടക്കും പോലും. ചില ആൾക്കാരെ എഴുതാണ്, ഞങ്ങൾ ബുഖാരിയിലെ ചില ഹദീസൊക്കെ കണ്ടാൽ ഞങ്ങൾ ചാടിക്കടക്കലാണ്. മുജാഹിദിന്റെ സംസ്ഥാന നേതാക്കന്മാർ പറയത്രേ, ചില ഹദീസൊക്കെ കണ്ടാൽ ഞങ്ങൾ ചാടിക്കിടക്കലാണ് പതിവ്. എപ്പോഴാ ചാടിക്കിടക്കല്? ഇങ്ങനെ പറയട്ടെ. എന്താ ചാടിക്കിടക്കൽ എപ്പോഴാ? നമ്മളൊരു വഴി കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വല്ല അമേദ്യമോ വൃത്തികെട്ട സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശരീരത്തിലോ വസ്ത്രത്തിലോ തട്ടാതിരിക്കാൻ വേണ്ടി വേഗം ചാടിക്കിടക്കും. എന്നതുപോലെ ബുഖാരിയിലെ ചില ഹദീസൊക്കെ കണ്ടാൽ ഞങ്ങൾ ചാടിക്കിടക്കലാണെന്ന് ചില വലിയ നേതാക്കന്മാർ എഴുതി വിട്ടുന്ന കാലാത് മനസ്സിലാക്കണം. എവിടെ എത്തിപ്പോയി എന്നല്ല, സമുദായത്തെ എവിടേക്ക് എത്തിച്ചുപോയി. എവിടേക്കാണ് ഈ സമുദായത്തെ എത്തിച്ചിരിക്കുന്നത്? എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ചിന്തിക്കുക. സഹീഹുൽ ബുഖാരി ഹദീസ് കണ്ടാൽ പോലും മുജാഹിദ് നേതാക്കന്മാർ പറയുന്നത്രേ, ഞങ്ങൾ ചാടിക്കിടക്കലാണ് പതിവ്. വല്ലമേറ്റും കണ്ടാൽ, ഇഷ്ടമില്ലാത്തത് കണ്ടാൽ, വിസർജ്യ വസ്തുക്കൾ കണ്ടാൽ ചാടിക്കിടക്കുന്നത് പോലെ ബുഖാരി ഹദീസ് കണ്ടാൽ പോലും ചാടിക്കിടക്കുമെന്ന് മുജാഹിദ് പണ്ഡിതന്മാർ പറയാറുണ്ടെന്നിപ്പോ ഹുസൈൻ സലഫി തുറന്നു പറയുകയാണ്. പറയട്ടെ, ആര് പറഞ്ഞാലും സ്വീകരിക്കൂല, ബുഖാരിയല്ല ബുഖാരിന്റെ വാപ്പ പറഞ്ഞാലും സ്വീകരിക്കൂലെന്ന് പറയുന്ന ധാർഷ്ട്യം പറയുന്ന കാലത്തേക്ക് എത്തിപ്പോയതല്ല, നിങ്ങൾ എത്തിച്ചുപോയി. അതിൽ അവസരം സൃഷ്ടിച്ചുപോയി. അല്ലേ? എന്തിനാണ് നമുക്ക് ഇമാമിങ്ങൾ? എന്തിനാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ? നമ്മുടെ കയ്യിൽ ഖുർആനില്ലേ, ഒരു കയ്യിൽ ഹദീസുമില്ലേ? സ്വന്തമായി ഗവേഷണം നടത്തിക്കൂടെ എന്ന് പറഞ്ഞ് സ്വന്തമായി ഗവേഷണം ചെയ്യാൻ അവസരം സൃഷ്ടിച്ചപ്പോ ഓരോരുത്തരും സ്വന്തം ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചപ്പോ ബുഖാരിയെയും മുസ്ലിമിനെയൊക്കെ തള്ളുന്ന കാലഘട്ടത്തിലേക്ക് ഈ സമുദായത്തിന് കൊണ്ടെത്തിച്ചു പോയി. മോനെ, അതൊന്നും എന്നോട് പറയേണ്ട, കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് പറയുന്ന ആളുകളുടെ കാലമെത്തിപ്പോയി. ഹദീസിൽ വന്ന കാര്യങ്ങളെക്കുറിച്ചാ പറയുന്നത്. അതൊന്നും എന്നോട് പറയണ്ടെന്ന് പറയുന്നതാരാ? മുജാഹിദിന്റെ സംസ്ഥാന നേതാക്കന്മാരിൽ പലരും പറയുമത്രേ, അതൊന്നും എനിക്ക് കേൾക്കണ്ട, കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞോ. എന്തിനാണ് മുസ്ലിമീങ്ങളെ, എന്തിനാണ് മുഅ്മിനീങ്ങളെ, പടച്ചവനെക്കുറിച്ച് പേടിയുള്ളവരെ ഇത്തരം പ്രസ്ഥാനത്തിന്റെ പിന്നാലെ പെട്ടുപോകുന്നത്? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ട് അവരാ പറയുന്നത്, നിങ്ങൾ അന്ധവിശ്വാസികളാണ്, ഞങ്ങളാണ് ശരിയായ സലഫികളെന്ന്. കണ്ടോ? ഇപ്പവരെ കുറിച്ച് അവർ പറയാത്രേ, നിങ്ങൾ അന്ധവിശ്വാസികളാണ്, ഞങ്ങളാണ് യഥാർത്ഥ സലഫികളെന്ന്. സലഫി, നിങ്ങളും കുറച്ച് കേട്ടുകൊള്ളുക, ഞങ്ങൾ ഒരുപാട് കാലം കേട്ടതാ. ഞങ്ങളെക്കുറിച്ച് അന്ധവിശ്വാസികളെന്ന് പറഞ്ഞപ്പോ ഒരുപാട് കാലം ക്ഷമിച്ചതാ, സഹിച്ചതാ. ഒന്ന് കേൾക്കാനും ക്ഷമിക്കാനും സഹിക്കാനും സലഫി നിങ്ങളുടെ പ്രസ്ഥാനം തയ്യാറാവുക. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നമുക്ക് ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കാം. ഈ പാരമ്പര്യത്തെ തള്ളിപ്പറയുന്ന, ഈ പാരമ്പര്യ മുസ്ലിമീങ്ങളെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, ഈ പൈതൃകത്തെ നിരാക്ഷേപം തള്ളിക്കളയുന്ന പ്രസ്ഥാനത്തിൽ പെട്ടുപോകണ്ട. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു മാന്യ സഹോദരൻ വന്നിട്ടുണ്ട്. നിങ്ങളെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ആളാണോ അതോ? എന്റെ പേര് അജ്മൽ. ഓർക്കാൻ പറഞ്ഞു, മൈക്കിൽ അടുപ്പിച്ച് വെച്ചാൽ അത് സൗണ്ട് കൊടുക്കും. ഈ മൈക്ക് കൊടുക്കും. എന്റെ പേര് അജ്മൽ എന്നാണ്, തളിപ്പറമ്പിലാണ്. അപ്പോ തബ്ലീഗിന്റെ പ്രവർത്തനം ചെയ്യുന്നുണ്ട്, തബ്ലീഗിന്റെ പരിശ്രമം ചെയ്യുന്നുണ്ട്.
ഞാൻ പഠിച്ചത് സമസ്തന്റെ മദ്രസയിലാണ്. 10ാം ക്ലാസ് വരെ പഠിച്ച് 10ാം ക്ലാസ് പാസ്സായി. ദർസ് കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഉസ്താദാണ്, ഇവിടാത്തൊരു ഉസ്താദ്. നമുക്ക് ബഹുമാനമാണ്, സ്നേഹമാണ്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം സംശയമാണ്. എന്റേതും പല ആൾക്കാർക്കുള്ള സംശയമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നുള്ള ആ ചോദ്യം, അതിന്റെ വിശദീകരണം ഉസ്താദ്മാർ ആരും പറഞ്ഞിട്ടില്ല. അതൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിലുള്ള വിശദീകരണം എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് വിശദീകരിക്കാനില്ല. എന്നാൽ സംശയം കൂടി പറഞ്ഞോളൂ. ഇത് ആദർശ മുഖാമുഖാണല്ലോ. അതെ, നിങ്ങൾ സംശയം പറഞ്ഞോളൂ. പറഞ്ഞാൽ എന്തെങ്കിലും സംശയം എന്താണ്? സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉസ്താദ്മാര് പറയുമ്പോൾ പറഞ്ഞ് ഒരാളെ ആരാധ്യ വസ്തുവായിട്ട് കണ്ടുകൊണ്ട് സഹായം തേടിയാൽ മാത്രമേ അത് ശിർക്കാവൂ എന്നുള്ളത്. അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണെന്ന് ഒന്ന് വിശദീകരിച്ചു തന്നാൽ. ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞു, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മാന്യ സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സാധാരണഗതിയിൽ വഹാബികളും മൗദൂദികളും അടക്കമുള്ള പുത്തൻ പ്രസ്ഥാനക്കാർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരായത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിനൊരർത്ഥം നോക്കും. ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പൊ പറയും, കണ്ടോ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നല്ലേ ആയത്തിലുള്ളത്. പിന്നെ എങ്ങനെ അമ്പിയാക്കളോട് ചോദിക്കുക? പിന്നെ എങ്ങനെ ഔലിയാക്കളോട് ചോദിക്കുക? അപ്പൊ പിന്നെ അമ്പിയാക്കളോ ഔലിയാക്കളോടൊക്കെ ചോദിക്കുന്ന ശിർക്കല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, അത് പിന്നെ റെഡിയാക്കാം. മൂപ്പരോട് ശ്രദ്ധിച്ചോട്ടെ. അത് നിങ്ങൾ റെഡിയായിക്കോളി, കുഴപ്പമില്ല, കൊണ്ടേക്കോളി. മൂപ്പരോട് ശ്രദ്ധിച്ചോട്ടെ. ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. പിന്നെ എങ്ങനെ അമ്പിയാക്കളോട് സഹായം ചോദിക്കുക, ഔലിയാക്കളോട് സഹായം ചോദിക്കുക? അപ്പൊ അതൊക്കെ ശിർക്കല്ലേ? ഇത് സാധാരണഗതിയിൽ എല്ലാ വിദഗ്ധക്കാരും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ആയത്താണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിശദീകരണമാണ്. അതാണ് മാന്യ സഹോദരൻ ചോദിച്ചാൽ അൽഹംദുലില്ലാഹ്, ചോദിച്ച ചോദ്യകർത്താവിനെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിരക്കുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആദർശപരമായി തർക്കത്തിലിരിക്കുന്ന, സംശയത്തിലിരിക്കുന്ന ചോദ്യങ്ങൾ. സത്യത്തിൽ ഇവിടെ ആളുകളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ആയത്തിന്റെ അർത്ഥം മുമ്പൊരിക്കൽ എന്നോട് ഒരു മുജാഹിദ് സഹോദരൻ ചോദിച്ചു, ഒരു മുജാഹിദ് മൗലവിനെ ചോദിച്ചു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ, നിനക്ക് മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഞങ്ങൾ അമ്പിയാക്കളോട് സഹായം ചോദിക്കുക? പിന്നെ എങ്ങനെ ഞങ്ങൾ ഔലിയാക്കളോട് സഹായം ചോദിക്കുക? അപ്പൊ ഞാൻ ആ മൗലവി സുഹൃത്തോട് ചോദിച്ചു, ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നും ഇല്ല. അപ്പൊ എല്ലാ സഹായങ്ങളും അള്ളാഹിനോടാ ചോദിക്കുന്നത്. അതെ, എല്ലാ സഹായങ്ങളും അള്ളാഹിനോട് ചോദിക്കുന്നു. ഒരു മാറ്റമില്ലല്ലോ, ഒരു മാറ്റമില്ല. അപ്പൊ അള്ളാഹുത്തോട് ചോദിക്കുന്ന ശിർക്കല്ലേ? ശിർക്കാണ്. ഇനി മാറില്ല, മാറില്ല. നിങ്ങൾ ആ പേന തരും, ഞാൻ എഴുതി വെക്കട്ടെ. ആ സാധുവേൻ പേന. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ ഞാൻ എനിക്ക് പേനല്ലാറ്റ് ആരോടെ സഹായം ചോദിച്ചത്? ഞാൻ ആരോടെ സഹായം ചോദിച്ചത്? ആ മൗലവിയോട്. അപ്പൊ അത് ശിർക്കല്ലേ? നിങ്ങൾ ശിർക്കിന് കൂട്ടുന്നില്ലേ ചോദിച്ചു. അല്ല, അത് സാധാരണ കാര്യമാണ്, അത് ആരോടും ചോദിക്കാതെ. ഇപ്പൊ തന്നെ മാറി. ആദ്യം പറഞ്ഞെന്താ? എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ നിന്നോട് മാത്രമേ ചോദിക്കാവൂ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്ത് പറഞ്ഞു? സാധാരണ കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിലാവാം, അസാധാരണ വിഷയത്തിൽ അല്ലാഹുവിനോട് മാത്രമേ ആവാവൂ. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു അർത്ഥം ആരാണ് ഈ ആയത്തിന് നൽകിയത്? ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ അസാധാരണ വിഷയത്തിൽ നിന്നോട് മാത്രം ചോദിക്കുന്നു എന്നൊരർത്ഥം ഏത് മുഫസ്സിറാണ് നൽകിയത്? ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥം ആരാ വെച്ചത്? അതിനർത്ഥം എന്താ? ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ എല്ലാ വിഷയത്തിലും നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത് എന്നാണ് അർത്ഥം വെക്കേണ്ടത്. അല്ലാതെ സാധാരണ വിഷയത്തിൽ നമ്മൾ മുമ്പിലേക്കാവാം, അസാധാരണ വിഷയത്തിൽ അല്ലാഹുവിനോട് മാത്രം എന്നുള്ള മുജാഹിദിന്റെ ഈ വേർതിരിവ് ശരിയല്ല. അപ്പൊ പിന്നെ നമുക്ക് സംശയം വരും. എല്ലാ കാര്യം അള്ളാഹിനോട് ചോദിക്കുന്നെങ്കിൽ, സഹായം തരണമെങ്കിൽ പിന്നെ നമ്മൾ പലവരോട് ചോദിക്കുന്നില്ലേ? മമ്പർ നമ്മൾ ചോദിക്കുന്നില്ലേ? ഉണ്ട്. മുത്തുനബിയോട് ചോദിക്കുന്നില്ലേ? ഉണ്ട്. മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നില്ലേ? ഉണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളോട് ചോദിക്കുന്നില്ലേ? ഉണ്ട്. ഡോക്ടറോട് ചോദിക്കുന്നില്ലേ? ഉണ്ട്. ഉമ്മാനോട് ചോദിക്കുന്നില്ലേ? ഉണ്ട്. ഉപ്പാനോട് ചോദിക്കുന്നില്ലേ? ഉണ്ട്. ഇതൊക്കെ ഒരർത്ഥത്തിൽ അമ്പിയാക്കളോട് ചോദിച്ചാലും, ഔലിയാക്കളോട് ചോദിച്ചാലും, മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് ചോദിച്ചാലും, ഉപ്പാനോട് ചോദിച്ചാലും, ഉമ്മാനോട് ചോദിച്ചാലും യഥാർത്ഥത്തിൽ എല്ലാം നൽകുന്നവൻ, യഥാർത്ഥ ഫായില്, യഥാർത്ഥത്തിൽ എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്ന സുന്നിയുടെ വിശ്വാസം യഥാർത്ഥത്തിൽ നൽകുന്ന അല്ലാഹു ആയതുകൊണ്ട് യഥാർത്ഥത്തിൽ ചോദിക്കുന്ന ആരോടാണ്? അല്ലാഹുവിനോടാണ്. ഉമ്മാനോട് ചോദിക്കുന്ന മുസ്ലിമിന്റെ വിശ്വാസം,
ഒരു ഉമ്മാനടുത്ത് പോയി ചോറ് ചോദിച്ചാൽ ഒരു മുഅ്മിന്റെ വിശ്വാസം എന്താ? ഉമ്മാക്ക് സ്വന്തമായിട്ട് കഴിയുന്ന അല്ല, ഇത് ആര് നൽകുന്നതാണ്? നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? നിങ്ങൾ സമസ്ത മാസം പഠിച്ചു പറഞ്ഞു. മാസം പഠിപ്പിക്കുന്നെന്താ? ഭക്ഷണം നൽകുന്നവനാരാ? അല്ലാഹു. നമ്മൾ ആരോട് ചോദിക്കുന്നത്? ഉമ്മാനോട്. രോഗം ശിഫയാക്കുന്നവനാരാ? അല്ലാഹു. നമ്മൾ ആരോട് സഹായം ചോദിക്കുന്നു? ഡോക്ടറോട് സഹായം ചോദിക്കുന്നു. അപ്പൊ ഡോക്ടറോട് തേടിയാലും ഉമ്മാനോട് തേടിയാലും മമ്പർത്ത തങ്ങളോട് തേടിയാലും മുഹിദ്ദീഷൈനോട് തേടിയാലും ഫീ ജമീഇൽ ഉമൂരി കുല്ലിഹാ, മുഴുവൻ വിഷയത്തിലും അല്ലാഹുവേ നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത്. അമ്പിയാക്കൾ സഹായം ചോദിക്കുന്ന അർത്ഥത്തിലാണ് അല്ലാഹു തആല അമ്പിയാക്കൾ കൊടുത്ത കഴിവ് കൊണ്ടവർ നമ്മെ സഹായിക്കുന്ന അർത്ഥത്തിൽ. അപ്പൊ യഥാർത്ഥം ചോദിക്കുന്ന ആരോട് തന്നെയാണ്? അമ്പിയാക്കളോടല്ല, പിന്നെ ഔലിയാക്കളോടല്ല, പിന്നെ ആരോടാ? അള്ളാഹുവിനോടാണ്. ഉമ്മ സഹായിക്കുന്ന അർത്ഥത്തിലാണ് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ്. ലോകത്തൊരു ശക്തിക്കും സുന്ന വിശ്വാസം എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലോകത്തൊരു ശക്തിക്കും ഒരു കഴിവുമില്ല ഇല്ലാ ബില്ലാഹ്. ആര് കഴിവ് കൊടുത്തിട്ട് വേണം? എന്തിനേറെ നമ്മൾ പറയുന്നതാ, ഈ വിരലൊന്ന് അനക്കണമെങ്കിൽ പോലും ആര് കഴിവ് വരണം? ആര് കഴിവ് വരണം? അള്ളാഹ് കഴിവ് വരണം. എന്നിട്ടല്ലേ സാധാരണ അസാധാരണ. പിന്നെ സംശയം ഉണ്ടാകണ്ട, ഇവർ സാധാരണ തെറ്റിദ്ധരിപ്പിക്കുക, സാധാരണ രീതിയിലുള്ള സഹായം ചോദിക്കുക ശിർക്കല്ലേ. അതിന് നേരത്തോട് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അസാധാരണ രീതിയിലുള്ള സഹായം തേടിയ ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട എം ടി അബൂഖുർദാനി പറഞ്ഞു. ഇനി വേണമെങ്കിൽ സഹോദരൻ സംശയം ഉണ്ടെങ്കിൽ ഇനിയും പറഞ്ഞു തരാം. അപ്പൊ ഈ ആയത്ത് ചോദിച്ചോളൂ, കുഴപ്പമില്ല, നിങ്ങളെ നിർത്തിയിട്ടില്ല. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമുണ്ട്, ഒരു പ്രശ്നമല്ല. നിങ്ങളെ സംശയം തീർന്നിട്ടേ അടുത്ത ആൾക്ക് അവസരം കൊടുക്കുള്ളൂ. പറഞ്ഞ മറുപടി തൃപ്തികരമാണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ വീണ്ടും ചോദിക്കാം, വീണ്ടും മറുപടി പറയട്ടെ. അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടുക എന്ന് പറഞ്ഞു. അള്ളാഹുവിനോട് മാത്രം ഞാൻ അള്ളാഹുവിനെ മാത്രം ഞാൻ ആരാധിക്കുന്നു, അള്ളാഹുവിനോട് മാത്രം ഞാൻ സഹായം തേടുന്നു. അവിടെ ഉസ്താദ് നേരത്തെ പറയുമ്പോൾ പറഞ്ഞ് ഒരു ആരാധന വസ്തുവായിട്ട് കണ്ടുകൊണ്ട് മൊയ്തീൻ ഞങ്ങളെ വിളിച്ചാൽ അത് ശിർക്കാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് ശിർക്കാവും. അങ്ങനെ നമ്മൾ ആരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഒരു ബിംബത്തോട് നമ്മൾ ആരാധന വസ്തുവായിട്ട് കണ്ടുകൊണ്ട് ചോദിച്ചതിനെ ശിർക്കാവും എന്ന് പറഞ്ഞു. എന്നതുപോലെ ഒരു സാധാരണ മനുഷ്യൻ, ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരനോട് ഞാനത് അയാൾ ആരാധന വസ്തുവായിട്ട് കണ്ടുകൊണ്ട് ചോദിക്കുന്നതല്ലല്ലോ. എന്നതുപോലെ അത് ബാക്കി എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോ ആരാധന വസ്തുവായിട്ട് ചോദിക്കാത്തത് അത് ചോദിക്കുന്നില്ലല്ലോ. സഹായതേട്ടാന്നല്ലോ, നേരിട്ടുള്ള സഹായതേട്ടം. അപ്പോ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടുക എന്നുള്ളതിന് കളങ്കം വരുന്നില്ല അവിടെ. ബിംബം എന്ന് പറയുമ്പോൾ തന്നെ അത് ആരാധന വസ്തുവാണ്. കേവലം ഒരു കല്ല് ആരാധന വസ്തുവല്ല. ഒരു കല്ല് ആരാധന വസ്തുവായിട്ട് കാണലപ്പോഴാ, ബിംബമായിട്ട് മാറില്ലപ്പോഴാ ആരാധന വസ്തുവായിട്ട് വരും. അപ്പൊ നമ്മുടെ നാട്ടിലെ കല്ലുണ്ട്, ആ കല്ല് ആരും ബിംബം എന്ന് പറയാറില്ല. എന്നാൽ ബിംബവും കല്ല് തന്നെയാണ്. പക്ഷെ കല്ലാകുന്ന ബിംബം അത് ബിംബമായിട്ട് പരിഗണിക്കലപ്പോഴാ ആരാധന വസ്തുവാണ്. കല്ലിനോട് സഹായം തേടിച്ചിട്ട് ഒരാൾ മുശ്രിക്കൊന്നാവില്ല. ഉദാഹരണം പറയാം. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുളിക്കാനിറങ്ങിയപ്പോൾ തന്റെ വസ്ത്രം ഒരു കല്ലിന്റെ മുകളിൽ ഊരിച്ചു. തഫ്സീറിന്റെ കിതാബിലൊക്കെ രേഖപ്പെടുത്തുന്ന സംഭവമാണ്. തിരിച്ചു വന്ന് പോയി കല്ല് വസ്ത്രം കൊണ്ട് പോയി. ഇത് കെട്ടുകഥയൊന്നുമില്ല, മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ദിസാണ്. അപ്പൊ കല്ല് ഈ വസ്ത്രം കൊണ്ട് പോയി. അതിന് വേറെ കാരണമുണ്ട്, ചരിത്രത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ലിന്റെ പിന്നാലെ കൂടി. എങ്ങനെ കല്ലിനെ വിളിച്ച്? യാ ഹജർ, യാ ഹജർ, ഓ കല്ല് എന്നെ സഹായിക്കണേ, എന്റെ വസ്ത്രം നൽകണേ. അപ്പൊ ആരനെ വിളിക്കുന്നത്? കല്ലിനെ, സാക്ഷാൽ കല്ലിനെ. മൂസാ നബി കാഫറായോ? ആയില്ല. എന്തുകൊണ്ട്? മൂസാ നബി കല്ലിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്തല്ല, ഒരു ബിംബമാണ്, ആരാധ്യ വസ്തു ആണ് എന്നല്ല. ആരാധ്യ വസ്തുവാണ് വിശ്വാസം എന്ന് നമ്മളെ ചോദിക്കുന്നേ വേണ്ട. അപ്പൊ ഞാൻ ഈ ബൈക്കിനെ കുറിച്ച് ഇത് ആരാധനക്ക് അർഹനാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതോളം മുശ്രിക്കായി. ഈ ബിംബത്തോട് ചോദിക്കൊന്നും വേണ്ട. ഇതുവർക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഇവർക്ക് ശിർക്കെന്താ അറിയാത്തോണ്ടാ. ഒരു വസ്തുവിനെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് ആരാധനക്ക് അർഹനാണ് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതോടെ മുശ്രിക്കായി. ചോദിക്കുന്നു വേണ്ട, ചോദിക്കലല്ല ശിർക്ക്, ആ വിശ്വാസമാണ് ശിർക്ക്. വിഷയം മനസ്സിലായോ? ചോദിക്കലല്ല ഇവിടുത്തെ ശിർക്ക്, പിന്നെ വിശ്വാസമാണ്. ഒരു വ്യക്തിയെ കുറിച്ച്, ഒരു ശക്തിയെ കുറിച്ച്, ഒരു വസ്തുവിനെ കുറിച്ച് ഒരാളുടെ വിശ്വാസം എന്താണോ അതാണ് ശിർക്ക്.
ഈ മൈക്കയെ കുറിച്ച് ഞാൻ വിചാരിക്കുന്നു ഇതൊരു ആരാധന വസ്തുവാണ് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കും വേണ്ട, ഞാൻ അതിന്റെ മുന്നിൽ നിൽക്കും വേണ്ട, ഒന്നും വേണ്ട. ആ വിശ്വാസം വന്നോടുകൂടെ മുശ്രിക്കായി. മനസ്സിലാണെങ്കിൽ അപ്പൊ കല്ലിനെ വിളിച്ചാൽ പോലും ശിർക്കല്ല. ഏതർത്ഥത്തിൽ? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആ കല്ലിനെ കുറിച്ച് മൂസാ നബി വിശ്വസിച്ചെന്താ? അതൊരു കേവലം ഒരു കല്ലാണ്. ആ നിലക്കല്ല് എന്ന് വിളിച്ച ഒരു നിലക്ക് ശിർക്ക് വരുന്നില്ല. നേരെ മറിച്ച് ആ കല്ലൊരു ആരാധന വസ്തുവാണ്. അതിനാണ് സനം എന്ന് പറയാം. സനം എന്ന് പറഞ്ഞാൽ എന്താ? ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന കല്ല്. അല്ല കേവലം എല്ലാ കല്ലും ബിംബാകൂല. ആരാധന വസ്തുവായിട്ട് ഉദ്ദേശിക്കപ്പെടുമ്പോഴാണ് കല്ല് ബിംബാകുന്നത്. ആ വിശ്വാസം വന്നോടെ തന്നെ മുശ്രിക്കായി. ഇത് ആരാധനക്കർഹനാണെന്ന് ഒരു കല്ലിനെ കുറിച്ച് വിശ്വസിച്ചാൽ, കല്ലാവണ്ട പുല്ലിനെ കുറിച്ച് വിശ്വസിച്ചാലും മുശ്രിക്കായി. പിന്നെ അവിടെ വ്യത്യാസം നടത്തിയാലും വേണ്ടില്ല, നടത്തിയില്ലേലും വേണ്ടില്ല. പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറഞ്ഞല്ലോ ഉസ്താദ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് വടി കാണിച്ചിട്ടുള്ളൊരു ചോദ്യം, ഇതൊരു സംശയമാണ്, എന്റെ സംശയമാണ് കേട്ടോ. പൊതുവെ എല്ലാവർക്കും ഉള്ള സംശയമാണ്. അല്ലാണ്ട് നമുക്ക് പലയിടത്തുനിന്ന് കേട്ടിട്ട് പല സംശയങ്ങളുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അല്ലാണ്ട് ഒന്നിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനൊന്നല്ല. നമുക്ക് പല സംശയമുണ്ട്, അതുകൊണ്ട് തുറന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് അനങ്ങാതിരിക്കാം എന്റെ സംശയങ്ങൾ ഉള്ളിൽ വെച്ചിട്ട്. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് വടി കൊടുത്തിട്ട് വടിയെടുത്തപ്പോ പിന്നെ കേട്ടതാണ്, പിന്നെ ആലിമ്യങ്ങളിൽ നിന്ന് കേട്ടതാണ്. വടി മൂസ നിങ്ങളുടെ കയ്യിൽ എന്താണ്? അപ്പൊ വടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഉപകാരങ്ങൾ പറഞ്ഞു മൂസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ഉപകാരം ചെയ്യുന്നു. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ യക്കീൻ മാറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ വടിയെ നിലത്തിടാൻ വേണ്ടിട്ട് പറഞ്ഞതും നിലത്ത് പാമ്പായിട്ട് വരികയും ചെയ്തു. മൂസാ നബി അലൈഹി ഇസ്ലാം ഓടുന്ന സംഭവമൊക്കെ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ യക്കീൻ മാറ്റി കൊടുക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. ആലിമ്യങ്ങൾ പറയുന്നത് വിശ്വാസം ആ വടിനെ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റൂ എന്നുള്ള വിശ്വാസത്തെ മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. വടിയെ കൊണ്ട് സ്വന്തമായിട്ട് അത് ഇല പറിക്കും, അത് അതുപോലെ തന്നെ ചാലിരിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ആ ഉപകാരങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് അത് സ്വന്തമായി എന്നുള്ള ആ വിശ്വാസം മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തതെന്ന് ആലിമ്യങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീകുണ്ടാരത്തിൽ ഇടാൻ പോകുന്ന സമയത്ത് മലക്കുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, ആ ഖലീലുല്ലാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഞങ്ങളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മഴയുടെ രണ്ട് മലക്കുകൾ കാറ്റടിച്ചിട്ട് ഞാൻ ഈ തീയെ അണച്ചു കളയാം, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ഈ തീയെ ഞാൻ എന്ത് ചെയ്യുക അണച്ചു കളയാം. അന്നേരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് മലക്കുകളാന്ന് സഹായിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിച്ചത് അന്നേരം ഹസ്ബി അള്ളാഹ്, എനിക്ക് അള്ളാഹു മതിയായവനാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ നേരിട്ട് സഹായം 40 ദിവസത്തോളം അല്ലെങ്കിൽ 40 വർഷത്തോളം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ചത്. അപ്പോ അതിലെന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അത് പറയാം. അതിന് മുമ്പ് നമ്മളിപ്പോ 2 വിഷയങ്ങൾ ചോദിച്ചു. ഒന്ന് ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ, അതെനിക്ക് തൃപ്തിയായി. അതിന്റെ മറുപടി വിശദീകരണം തൃപ്തിയായിരുന്നു. ഇത് പറഞ്ഞുതരാം, ആക്കി പറഞ്ഞുതരാം. ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം തൃപ്തിയായിട്ടുണ്ടോ? വിശദീകരണം അത് പിന്നെ ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ ഉസ്താദ് പറഞ്ഞ പിന്നെ എന്താണ് ഒരു ആരാധന, അത് മനസ്സിലായി, അത് തൃപ്തിയായി. രണ്ടാമത് നിങ്ങൾ ചോദിച്ചു തൃപ്തിയായോ? ഒന്നാമത്തെ ചോദ്യം ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ ഉസ്താദ് പറഞ്ഞ് ബിംബമാണെന്ന് മനസ്സിലാക്കിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് ബിംബമാണെന്ന് മനസ്സിലാക്കിയിട്ടെന്നല്ല, ബിംബമാണെന്ന് ഒരു മനസ്സിൽ ഉദ്ദേശിച്ചാൽ ബിംബമാണെന്ന് മാത്രമല്ല ആരാധ്യ വസ്തുവായിട്ട് ബിംബമല്ല, ആരാധ്യ വസ്തു. ഉദാഹരണം മാത്രം. അത് ആരെയായാലും അത് ശിർക്കാന്നാണ്. എന്നാൽ ആരാധ്യായ വസ്തുവായിട്ട് മനസ്സിലാക്കാതെ ഉസ്താദിന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് എന്നെ സഹായിക്കാൻ കഴിയും എന്നുള്ള ധാരണയോടുകൂടി നമ്മൾ ഇയാളോട് സ്വന്തമായിട്ട് കഴിയുന്ന സ്വന്തമായിട്ട് വന്നാൽ അത് നമ്മൾ പറഞ്ഞു. അത് നേരത്തെ പുസ്തക വിശദീകരണത്തിൽ പറഞ്ഞതാണ്. അള്ളാഹുവിനെ പോലെ സ്വന്തമായിട്ടൊരു വ്യക്തിക്കോ ശക്തിക്കോ വല്ലതും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കായി. അതൊക്കെ ഇവിടെ നേരത്തെ പറഞ്ഞു. അതാ എനിക്ക് സംശയം. അതിലൊരു സംശയമില്ല, നമ്മൾ അങ്ങനെ തന്നെ പറയണത്. സ്വന്തമായിട്ട് ഒരാൾ തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ഉദാഹരണം പറയാം. ഡോക്ടർ അടുക്കൽ പോയി ഡോക്ടർ നമുക്ക് മരുന്ന് തന്നു, നമ്മൾ വിശ്വസിക്കുകയാണ് ഇത് ഡോക്ടറെ സ്വന്തം കഴിവ് കൊണ്ട രോഗം മാറുന്ന വിശ്വസം മുശ്രിക്കായി. മുഹിദ്ദീഷിന്റെ അടുത്ത് അമ്പലത്തേക്കൊന്നും പോകണ്ട, നമ്മൾ ഡോക്ടർക്ക് പോയാൽ മതി. അതുപോലെ തന്നെ എല്ലാ മുഹിദ്ദീഷും അമൃതവും ഒക്കെ തന്നെ. ഒരാൾ മുഹിദ്ദീഷിനെ വിളിക്കും വിശ്വസിക്കുകയാണ്, മുഹിദ്ദീഷിനെ സഹായിക്കുന്നത് സ്വന്തമായിട്ട് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കായി. അത് വരാതിരിക്കാതെ നമ്മൾ കുത്തുബിയത്തിൽ അടക്കടക്കം ചെയ്യും. കുത്തുബിയത്ത് ഇങ്ങനെ ഇങ്ങനെ ചെല്ലിക്കുള്ളിൽ കിടക്കാൻ നിർത്തും. ഇല്ലാഹി
മുഹിദ്ദീൻ സ്വന്തമായിട്ട് കേട്ടിട്ട് പിന്നെ അള്ളാഹുവിനോട് പറയേണ്ട ആവശ്യം? നമ്മളെ വിശ്വാസം എന്താ? മുഹിദ്ദീൻ ഷേഖ് എന്നല്ല, പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും സ്വന്തമായിട്ടൊന്നിനും കഴിയില്ല. നേരെ നബിക്ക് സ്വന്തമായിട്ട് കഴിഞ്ഞ പക്ഷെ പോയി കഥ, പിന്നെ വിളിക്കൊന്നും വേണ്ട, സഹായം തേടും വേണ്ട. ആ വിശ്വാസം വന്നാൽ ശിർക്ക് വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതൊന്നും പ്രശ്നം കാര്യമില്ല. അത് ഇത് ക്ലിയറായോ? ഇത് ക്ലിയറായി. നിങ്ങളെ ലാസ്റ്റ് ചോദിച്ചെന്താ? ഇപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വന്തമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾ പറയണത്? അല്ല, ഉണ്ടായിരുന്നല്ല, അങ്ങനെ പറയത്തില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ആലിമ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്. ആ യക്കീം ഏത് ആലിം അങ്ങനെ പറഞ്ഞത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ വടിയ കൊണ്ട് അങ്ങനെയൊക്കെ കഴിയും, സ്വന്തമായിട്ട് കഴിയുന്നൊരു വിശ്വാസം മൂസാ നബിക്ക് ഉണ്ടായിരുന്നു. അത് തിരുത്തി കൊടുക്കാൻ അള്ളാഹുവിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തുന്ന ഏത് ആലിമ പറഞ്ഞത്? ആ ആലിം ഒന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയണം. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. മൂസാ നബിക്ക് എന്നതൊരു വിശ്വാസമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെ വിശ്വാസമേ ഇല്ല. ഇബ്രാഹിം നബി ഒരു കിതാബിലെല്ലാം കണ്ടിട്ടുണ്ട്, അങ്ങനെ ആരും പറഞ്ഞതായിട്ട്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം അല്ല, മൂസാ നബിനെ ചെയ്തിട്ട് ഇബ്രാഹിം നബി കിടക്കാം. സംശയം നിർത്തോട്ടെ, നിങ്ങൾ ആരും ഇടപെടണം വിചാരിക്കണ്ട, ഒന്നുമില്ല. അറിയുന്നല്ലേ? അതൊന്നുമില്ല. ഞാൻ അടുത്താൾ ചോദിക്കാൻ വേണ്ടി തയ്യാറായത്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇരിക്കും അടുത്താൾ ചോദിക്കാൻ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ ഇങ്ങനെ ആരും പറഞ്ഞു, ഇങ്ങോട്ട് വന്നായി. അത്രേ ഉള്ളൂ. ചോദിക്കാൻ ആരും സമയം ഉണ്ടോ ചോദിച്ചത്, വേറെ ഒന്നുമില്ല. അതാ ചോദിച്ചത്. ആലിമകൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ അതാണ് ചോദിച്ചത്, ഏത് ആലിമ പറഞ്ഞത്? പൊതുവെ ഇല്ല, അങ്ങനെയല്ല, ഒരു ആലിമ പറഞ്ഞില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം. ഇബ്രാഹിം നബിക്ക് എന്താ? അല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മലക്കുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സഹായിക്കട്ടെ. അത് വേറെ ലോകാണ്, അതൊരു തവക്കുല്ല മക്കാമാണ്, അത് വേറെ ചർച്ചയാണ്. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ അവസ്ഥ ഇവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു തആല ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹ് നേരിട്ടല്ലല്ലോ ചെയ്തത്. ആരെ പറഞ്ഞയച്ചു? മലക്കിനെ പറഞ്ഞയച്ചല്ലോ. അപ്പൊ അള്ളാഹു തആല കാര്യങ്ങൾ ചെയ്യുന്നത് ഇടയിൽ ആളെ കൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇബ്രാഹിം നബി കുറച്ചുകൂടി കയറി ചിന്തിച്ചു, എന്റെ അവസ്ഥ ആർക്കും അറിയും, ഞാൻ ചോദിക്കുന്നതിനേക്കാൾ ഹൈറാണ് എന്റെ അവസ്ഥ ആരറിയുന്നവരാണ്. അള്ളാഹ് സഹായിക്കട്ടെ. അതൊക്കെ ഒരു തവക്കുൽ അങ്ങ് അറ്റത്തെത്തിയ മക്കാമാ. നമ്മളങ്ങനെ അറിയിച്ചാറുണ്ടോ? അള്ളാഹോട് ചോദിക്കുന്നില്ല, പുറത്തോട് ചെയ്യട്ടെന്ന് അറിയുന്നുണ്ടോ? അപ്പോ അതുപോലെ നമുക്ക് ചെയ്തുകൂടെ നേരിട്ട് തന്നെ? ഞങ്ങളൊന്നും ചോദിക്കാതെ പുറത്തൊക്കെ ചേടിച്ചിട്ട് ഇരിക്കണിരുന്നോളൂ, ഒരു കുഴപ്പമൊന്നുമില്ല. അവിടേക്ക് എത്തുമ്പോൾ ചെയ്തോളി. അങ്ങനെയല്ല, അങ്ങനെ ചോദിക്കുന്നത്, അത് അങ്ങനെ ചോദിക്കല്ലോ. അതൊന്നും ഇവിടെ തർക്കല്ല. അള്ളാഹിനോട് ഒരാൾ അങ്ങനെ ചോദിച്ചെന്നോ അല്ലെങ്കിൽ ചോദിച്ചില്ല എന്നുള്ളതിലുള്ള പ്രശ്നമുള്ളത്. അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്ന ശിർക്കാണോ അല്ലേ? അത് നമ്മുടെ തർക്കമുള്ള വിഷയം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചുകൂടി ഭംഗിയായിട്ട് തവക്കുൽ അങ്ങേ അറ്റത്തേക്ക് എത്തിയിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, എന്റെ അവസ്ഥ ആരറിയും? അള്ളാഹു അറിയും. അതൊക്കെ ഇപ്പൊ സാധാരണ വിഷയത്തിലൊക്കെ നമുക്ക് ബാധിക്കണല്ലേ. ഇപ്പൊ നമ്മള് വീട്ടിൽ പോയിട്ട് ഭക്ഷണം ചോദിക്കുന്നു, എന്റെ അവസ്ഥ അള്ളാഹുവിനെ അറിയും. നേരത്തെ ഭക്ഷണം ചോദിക്കാതിരിക്കാൻ പറ്റുമോ? കഴിക്കാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ ആ ഒരു മക്കാമുക്ക് എത്തുന്ന ആളുകൾ പറഞ്ഞ ചില വാക്കുകളാണ്. അത് നമ്മൾ കടക്കെടുക്കേണ്ടതല്ല. പിന്നെ ഇത് പറഞ്ഞു മുബത്തതി എന്ന് പറഞ്ഞു. മുബത്തതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞു. എന്താണ് മുബത്തതി? എന്താ വിധേയത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. സഹോദരന്റെ സംശയങ്ങള് നല്ല സംശയങ്ങളാണ്. അതിന് വ്യക്തമായ മറുപടി കൃത്യമായി അദ്ദേഹം സംതൃപ്തനാകുന്നുമുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ മുഖാമുഖം അതിന്റെ ശരിയായ ദിശയിലൂടെയാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ ചോദ്യം, എല്ലാ ചോദ്യങ്ങളുടെയും ആൻസറുകൾ കൃത്യമാണ്, വ്യക്തമാണ് എന്ന മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബിദ്അത്ത് എന്താണ് എന്നാണ്, അല്ലെങ്കിൽ മുബ്തദി ആരാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പുതിയ ചോദ്യം. അതിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു മൈക്ക് കൊടുക്കല്ലേ, മൈക്ക് കൊടുക്കാനല്ല പറഞ്ഞത്, അതിന് മുമ്പായിട്ട് ഞാൻ താങ്കൾ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഒരു വിഷയം കൂടി പറയട്ടെ. അതായത് നമ്മളെല്ലാ കാര്യം അള്ളാഹിനോട് ചോദിച്ചാ പോരെ? അഷ്റഫ് ഉസ്താദ് പറഞ്ഞു, അങ്ങനെ ചോദിച്ചോട്ടെ, എല്ലാ കാര്യം പഠിച്ചവനോട് ചോദിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ തലയിൽ നിന്ന് തൊപ്പി ആണ് കീപ്പോട്ട് കൊയിനാടി, മോനെ അതൊന്നും എടുത്തുകൊണ്ടാ, അതും കൂടി ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാൻ പറ്റില്ല ഹറാമാണ് കറാത്ത എന്നുള്ള അർത്ഥമല്ല. ആ മക്കാമിൽ നിൽക്കുമ്പോൾ അതും കൂടി അവർ ചോദിക്കൂല.
അബൂ ഹംസത്തുൽ ഖുറാസാനി റളിയല്ലാഹു അൻഹു തവക്കുലിന്റെ മഖാമിൽ ജീവിച്ച ഒരു വലിയ ബഹുമാനപ്പെട്ടവർ ഒരു പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ വഴിയാത്രക്കാർ ആ പൊട്ടക്കിണറ്റിൽ ആരും വീടരുതെന്ന് വിചാരിച്ചിട്ട് അതിന്റെ മുകളിൽ മേലാപ്പ് പണിതപ്പോൾ പോലും ആർത്ത് വിളിച്ചില്ല, എന്നെ സഹായിക്കണേ, എന്നെ വലിച്ചു കയറ്റണേ. പടച്ചോൻ കാണുന്നുണ്ടല്ലോ. സ്വഹാബത്തിൽപ്പെട്ട 10 താഴെ വരുന്ന സ്വഹാബിമാരുടെ ചരിത്രം നമ്മുടെ സഹീഹ് മുസ്ലിമിലൊക്കെ കാണാം. അവരുടെ കയ്യിൽ നിന്ന് ഒരു തൂവാല നിലത്തു ചാടിയാൽ പോലും, അല്ലെങ്കിൽ അറബികൾ സാധാരണ ഉപയോഗിക്കുന്ന ചാട്ടവാർ നിലത്ത് വീണാൽ പോലും അതൊന്ന് എടുത്തുതായോ എന്ന് മറ്റൊരാളോട് അവർ പറയാറില്ല. അല്ലാതെ ഇസ്തിഗാസിൻ തവസ്സുൽ അത് പാടില്ല, ഇത് പറ്റും, അങ്ങനല്ല. അങ്ങനെ അവരാരും മനസ്സിലാക്കിയിട്ടില്ല. എന്റെ കാര്യം ഞാൻ ആരോടും ചോദിക്കൂല. അപ്പൊ എനിക്ക് ഇന്ന് രാത്രിയായാൽ ഭക്ഷണം കഴിക്കണ്ടേ, ഞാൻ ആരോടും ചോദിക്കൂല. എന്റെ പെണ്ണുങ്ങളോടും ചോദിക്കൂല, കുട്ടികളോടും ചോദിക്കൂല. നാളെ നേരം വെളുത്താൽ കട്ടൻ ചായ വേണ്ടേ, ഞാൻ ആരോടും ചോദിക്കൂല. പടച്ചോൻ ചെയ്തു തരും. ആ ഒരു മക്കാമിലാണോ നമ്മളുള്ളത്? അങ്ങനത്തെ മക്കാമിലുള്ള 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് എന്നെ പെടുത്തണേ എന്ന് സഹാബിയായ ഉക്കാശ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അന്ത മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ്. അപ്പൊ വേറെ സഹാബി വന്നിട്ട് ചോദിച്ചു, എന്നെയും അതിൽ പെടുത്തണേ. സബഖക ബിഹാ ഉക്കാശ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സ്ഥാനം നിനക്കില്ല, അത് ഉക്കാശ കൊണ്ടുപോയി. നീ ആ സ്ഥാനത്തിൽ, അഥവാ തസബ്ബുബിന്റെ മാധ്യമങ്ങളുമായി ബന്ധപ്പെടുന്ന ലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ മക്കാമും തജറുദിന്റെ അഥവാ മാധ്യമങ്ങളുമായി ബന്ധപ്പെടുന്ന ലോകത്തോട് വിച്ഛേദം പുലർത്തുന്ന ആളുകളുടെ മക്കാമും, അത് രണ്ടാണ്. ഇപ്പൊ തൃപ്പനിച്ച് മേമോലിയനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ടവർ ഒരാളോട് ഒന്നും ചോദിക്കൂല. അദ്ദേഹം വീണിട്ട് അസുഖബാധിതനായിട്ട് 3 മാസം ഒരു ഡോക്ടറെയും കാണിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇബാദത്തും കാര്യങ്ങളും നിർവഹിക്കണം നടന്നുപോയി. അതിന്റെ അർത്ഥം നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊന്നും ഡോക്ടർമാർക്ക് പോകാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? അത് ശറഇന്റെ മറ്റൊരു മഖാമാണ്. അത് ആ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. സാധാരണക്കാരായ സാധാരണ തലത്തിൽ ജീവിക്കുന്ന നമ്മെപ്പോലുള്ള ആളുകൾ എങ്ങനെ ജീവിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ആ കാര്യങ്ങൾ എന്ന് അതിന്റെ ഒരു പൂരണമായിട്ട് ഞാൻ പറയട്ടെ. രണ്ടാമതായിട്ട് ഇനി ബിദ്അത്ത്. ബിദ്അത്ത് എന്താണ്? മുബ്തദി ആരാണ്? ഇസ്ലാമിന്റെ ബേസ് വിഭാഗമായ അഖീദ അഥവാ വിശ്വാസം. അഖീദ എന്ന് പറയുന്നത് അമലല്ല. ഇസ്ലാം 2 തരത്തിലാണുള്ളത്. ഒന്ന് വിശ്വാസം, 2 ആചാരം. വിശ്വാസം, അനുഷ്ഠാനം. അതിൽ വിശ്വാസ മേഖലയിൽ വ്യതിയാനം വരുത്തുന്നതിനെ സംബന്ധിച്ചാണ് ബിദ്അത്ത് എന്ന് പറയുക. ആ വ്യതിയാനം വരുത്തുന്നവരെ സംബന്ധിച്ചാണ് മുബ്തദി എന്ന് പറയുക. ഇത് നമ്മൾ സ്വന്തമായി പറയല്ല. സഹീഹുൽ ബുഖാരിയുടെ പ്രമുഖ വ്യാഖ്യാതായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ നുഖ്ബത്തുൽ ഫിക്ർ എന്ന കിതാബിൽ പറയാണ്, വഹുവ പുത്തൻവാദി എന്ന് പറഞ്ഞാൽ മൻ ഖാലഫ ഫിൽ അഖായിദി ബിനൗഇ ശുബ്ഹത്തിൻ. മൻ ഖാലഫ മാ അലൈഹി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദകളിൽ വ്യതിയാനം വന്നവനാണ് പുത്തൻവാദി. അവനിക്ക് അല്ലറ ചില്ലറ വിശദീകരണങ്ങളും ദുർവ്യാഖ്യാനങ്ങളും അതിന്റെ ചേരുംപടിയായിട്ട് ഉണ്ടാകുകയും ചെയ്യും എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുകയാണ്. അപ്പൊ അങ്ങനെ വിശ്വാസ രംഗത്ത് വ്യതിയാനം വന്നതിനെ സംബന്ധിച്ചാണ് ബിദ്അത്ത് എന്ന് പറയുക. അത് വെച്ചു പുലർത്തുന്നവരെ സംബന്ധിച്ചാണ് മുബ്തദിഈങ്ങൾ എന്ന് പറയുക. അപ്പൊ ആ നിലക്ക് മുജാഹിദുകൾ വിശ്വാസരംഗത്ത് വ്യതിയാനമുണ്ട്, ജമാഅത്തുകാർ വിശ്വാസരംഗത്ത് വ്യതിയാനം വന്നു, തബ്ലീഗുകാർ വിശ്വാസരംഗത്ത് വ്യതിയാനം വന്നു. അതുകൊണ്ടാണ് ഈ 3 പാർട്ടിയെയും ബിദ്അത്തിന്റെ പാർട്ടിക്കാർ അഥവാ മുബ്തദിഈങ്ങൾ എന്ന് ഉലമാ കൃത്യമായി പഠിപ്പിച്ചു തരാൻ കാരണം. ഒരു കാര്യം വിജയത്താകുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം, ഒരു വിശ്വാസം ബിദ്അത്താകുന്നത് എങ്ങനെയാണ്? ഇപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസം, നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്ന എന്താണ്? അള്ളാഹു എന്ന് പറയുന്ന തിരുസത്ത
അത് വാജിബുൽ വുജൂദാണ്, ഉണ്ടാവൽ നിർബന്ധമായവനാണ്. ആ തിരുസത്ത അതിന് ഒരുപാട് സിഫാത്തുകളുണ്ട്. ഉദാഹരണം കാണൽ, കേൾക്കൽ, കഴിവ്, അറിവ്, ജീവൻ. ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചാണ്. ഇങ്ങനെ നബിയും സ്വഹാബത്തും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വസിച്ച വിശ്വാസങ്ങളിൽ വ്യതിയാനം വന്ന ഒരു പാർട്ടിയാണ് മുഅ്തസിലികൾ. അവർ മുബ്തദിഈങ്ങളാണ്. എന്താണ് അവർ മുബ്തദിഈങ്ങളാവാൻ കാരണം? അവര് പറഞ്ഞു അള്ളാഹു ദാത്തുണ്ട് പക്ഷെ സിഫത്തില്ല. അള്ളാഹുവിന് ദാത്തുണ്ട്, തടിയുണ്ട്, പക്ഷെ അള്ളാഹ്ക്ക് സമഅ് കേൾവി, ബസറ് കാഴ്ച, ഇറാദത്ത് വേണ്ടുക, കലാം ഭാഷണം, ഖുദ്റത്ത് കഴിവ്, ഹയാത്ത്, ഇങ്ങനെ സിഫത്തുകൾ അള്ളാഹ്ക്കില്ല. എന്നാൽ സത്തയുണ്ട്. ഇത് നബിയുടെയും സഹാബത്തിന്റെയും വിശ്വാസമല്ല. ആ വിശ്വാസത്തിന്റെ റൂട്ടിൽ നിന്ന് വഴിമാറിപ്പോയ വിശ്വാസമാണ്. ഇങ്ങനെ വിശ്വാസരംഗത്ത് വഴിമാറുമ്പോഴാണ് ഒരു കാര്യം ബിദ്അത്തായി മാറുന്നത്. മനസ്സിലായി? ഒന്നും കൂടി വ്യക്തമാക്കി പറയണം ഉസ്താദ്. അത് അമലുകളിലുള്ള ബിദ്അത്ത് എങ്ങനെയാണ്? അമലുകളിൽ പറഞ്ഞതിന് വ്യക്തമാക്കി. ഇനി അദ്ദേഹത്തിന്റെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മള് സാധാരണഗതിയിൽ മുബ്തദിഇനോട് സലാം പറയുന്നതിന്റെ വിധി, മുബ്തദിഇന്റെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ, മുബ്തദിഇന്റെ റിവായത്ത് സ്വീകരിക്കാൻ പറ്റുമോ, മുബ്തദിഇന്റെ സാക്ഷിത്വം അംഗീകരിക്കാൻ പറ്റുമോ, മുബ്തദിഇനോട് നല്ല നിലക്ക് വർത്തിക്കാൻ പറ്റുമോ പോലുള്ള മസ്അലകളിൽ ചർച്ച ചെയ്യുന്ന ബിദ്അത്തും അതിൽ പറയുന്ന മുബ്തദിഉം അതാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത്. അതാണ് സാധാരണ നമ്മള് മുജാഹിദീങ്ങൾ മുബ്തദിഈങ്ങളാണ്, ജമാഅത്തുകാർ മുബ്തദിഈങ്ങളാണ്, തബ്ലീഗുകാർ മുബ്തദിഈങ്ങളാണെന്ന് പറഞ്ഞാൽ പുത്തൻവാദികളാണെന്ന് പറഞ്ഞത് ഈ വിവക്ഷയിലാണ്. ഏത് വിവക്ഷയില്? അഖീദയിൽ റൂട്ട് മാറിയവരാണ്, വഴി തെറ്റിയവരാണ് എന്ന അർത്ഥത്തിലാണ്. ഇനി ആചാരങ്ങളിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആചാരങ്ങളിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആചാരം ഖുർആൻ കൊണ്ടോ ഖുർആനിനോടോ ഹദീസിനോടോ ഇജ്മാഇനോടോ ഖിയാസിനോടോ, നല്ലോണം ശ്രദ്ധിക്കണം. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ സ്വഹീഹായ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. ഒന്നുകിൽ ഖുർആനാവാം, അതല്ലെങ്കിൽ ഹദീസാവാം. ഹദീസു തന്നെ ചിലപ്പോൾ സ്വഹീഹാവാം, മറ്റു ചിലപ്പോൾ ലഈഫാവാം. ഏതായാലും കുഴപ്പമില്ല. ഇങ്ങനെ ഖുർആനിനോടോ ഹദീസിനോടോ ഇജ്മാഇനോടോ ഖിയാസിനോടോ വിയോജിക്കുന്ന ആചാരത്തെ സംബന്ധിച്ചാണ് ആചാരങ്ങളിലുള്ള ബിദ്അത്ത് എന്ന് പറയുന്നത്. ആചാരങ്ങളിലുള്ള ബിദ്അത്ത് എന്ന് പറയുന്നത് ഖുർആനിനോടോ ഹദീസിനോടോ ഇജ്മാഇനോടോ ഖിയാസിനോടോ വിയോജിക്കുന്ന. അപ്പോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും, ഒരു ആചാരം ഇങ്ങനെ വിയോജിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് സാധാരണക്കാരായ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? സാധാരണക്കാരെന്നുള്ളത് ഉദ്ദേശിച്ച് ഈ സദസ്സിലിരിക്കുന്നവർ മാത്രമല്ല, ഈ സംസാരിക്കുന്ന ഞാനും സാധാരണക്കാരൻ തന്നെയാണ്. ഞാൻ ഒരു തലപ്പാവുധാരിയായിട്ട് ഒരു പ്രഭാഷകനായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാനൊരു ആധികാരികതയുള്ള ഔദ്യോഗികതയുള്ള ഇസ്ലാമിന്റെ ഇമാം എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ എന്നതിന് എന്നെക്കുറിച്ച് ഞാനോ മറ്റുള്ളവരോ പറയുന്നില്ല. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആചാരം അത് ഖുർആനിനോട് വിയോജിപ്പുണ്ടോ, ഹദീസിനോട് വിയോജിപ്പുണ്ടോ, ഇജ്മാഇനോട് വിയോജിപ്പുണ്ടോ, ഖിയാസിനോട് വിയോജിപ്പുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള മാർഗം എന്താണ്? അതുകൂടി ഞാൻ ആ കൂടുതൽ ചേർത്ത് പറയട്ടെ. മാർഗം, ആ വിഷയത്തിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിയോജിപ്പുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള അധികാരമുള്ള ഇമാമുമാർ, നല്ലോണം ശ്രദ്ധിക്കണം. ഇങ്ങനെ വിയോജിപ്പുണ്ടോന്ന് പരിശോധിക്കുവാൻ അധികാരമുള്ള ഇമാമുമാർ തൽവിഷയകമായിട്ട് എന്താണ് ഹുക്മ് രേഖപ്പെടുത്തിയത് എന്ന് നോക്കുക. എന്നിട്ട് അവർ പറയുന്നു അത് ബിദ്അത്താണെന്ന ഹുക്മ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആചാരങ്ങളിലുള്ള ബിദ്അത്താണ്. ഈ ആചാരങ്ങളുള്ള ബിദ്അത്ത് രണ്ടു തരത്തിൽ സംഭവിക്കാം. ഒന്നുകിൽ അത് ഹറാമായിരിക്കും, അല്ലെങ്കിൽ ഹറാമാകൂല പക്ഷേ കറാഹത്തെ ഉണ്ടാവുകയുള്ളൂ. എന്നുവെച്ചാൽ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്, പക്ഷെ ചെയ്താൽ കുറ്റമില്ല. ഇങ്ങനെ കറാഹത്തായ ബിദ്അത്തിന്റെ ആചാരങ്ങളും വരും, ചിലപ്പോ ഹറാമായ ബിദ്അത്തിന്റെ ആചാരങ്ങളും വരും. ഈ രൂപത്തിലാണ് ആചാരങ്ങളുള്ള ബിദ്അത്തിനെ നാം മനസ്സിലാക്കേണ്ടതും അതിന്റെ വിധി നിർണയിക്കേണ്ടതും.
മനസ്സിലായി? ഹറാമും പിന്നെ അതുപോലെ തന്നെ ഈ കറാത്ത് എന്ന് പറഞ്ഞിട്ട് വിഷയം പിന്നെ ഉസ്താദ് പറഞ്ഞല്ലോ, അങ്ങനെ ഏത് ആലിമാണ് അങ്ങനെ ഇത് ചെയ്തിട്ടില്ലെന്നൊന്ന് പറഞ്ഞുതരാൻ. പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ്. പഠിക്കാനും അറിയാനും അറിയിക്കാനും വേണ്ടി തന്നെയാണ് ഈ മുഖാമുഖം. അപ്പൊ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് പഠിക്കാൻ വേണ്ടിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഏതു ആലിമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഒരുപാട് ആലിമികൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മഹാനായിരിക്കുന്ന ഇമാം ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തന്റെ അൽ ഖവാഇദ് എന്ന ഗ്രന്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ വിഷയം പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുൽ ഹമീദ് ഷെർവാനി റളിയല്ലാഹു അൻഹു തന്റെ ഹാശിയത്തു ഷെർവാനി എന്ന കിതാബിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഹാദിയിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മഹാനായിരിക്കുന്ന മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു തആല അൻഹു തന്റെ മിർഖാത്ത് അലൽ മിഷ്കാത്ത് എന്ന കിതാബിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ദീനിന്റെ ഇമാമിയങ്ങൾ അഖിലവും അവരുടെ കിതാബുകളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വിശദീകരിച്ചിട്ടുണ്ട്. മറുപടി പറഞ്ഞത് തൃപ്തികരം തന്നെയാണ്. പക്ഷെ എനിക്ക് ചോദിച്ച ഈ ഉസ്താദ് പറഞ്ഞല്ലോ, ഇങ്ങനെ കുറെ ആലിമ്യങ്ങളുടെ പേര് പറഞ്ഞല്ലോ. അപ്പൊ അവര് വിശദീകരിച്ചിരിക്കുന്ന വിധേയത്തുകൾ അതെന്താ? ഇപ്പോ ഉദാഹരണത്തിന് പല സ്റ്റേജുകളിൽ നമ്മൾ കേൾക്കുന്ന ചില സ്റ്റേജുകളിൽ പോയി കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രവർത്തനയെ കുറിച്ച് പറയും. ഒരു വിഭാഗം പറയുന്നത് അത് വിധേയത്താണ്, മറ്റൊരു വിഭാഗം പറയുന്നത് അത് സുന്നത്താണ്. അപ്പൊ ഇത് സുന്നത്താണെന്നുള്ളതിന് തെളിവെന്താണ്? അവർ വിധേയത്താന്ന് പറയുന്നതിന് വിധേയത്തിന് കാരണം പറഞ്ഞിരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നബിതങ്ങളും അതുപോലെ തന്നെ സഹാബകൾ ചെയ്തതായിട്ട് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയും, ദഈഫായ ഹദീസ് പോലും. അപ്പോ അത് അങ്ങനെ ഇത് സംശയത്തിലായിട്ട് നമ്മൾ നിൽക്കുന്നു. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോയി കഴിഞ്ഞാല് സംശയം തോന്നിയിട്ട് പേടിച്ചിട്ട് എന്താന്ന് വെച്ചാൽ വിധേയത്തിൽ ചെയ്താൽ നരകത്തിൽ പോകുന്നത് നമ്മളെപ്പോ എല്ലാ കുത്തുബയിൽ കേൾക്കുന്നതാണ്. ആ സംശയത്തിന്റെ പേരിൽ നമ്മൾ പേടിച്ചിട്ട് ചെയ്യാണ്ടിരിക്കും. പിന്നെ ബഹുമാനപ്പെട്ട സഹോദരനോട് പറയാനുള്ളത്, അങ്ങനെ ചില ആൾക്കാര് സുന്നത്താണെന്നും ചില ആൾക്കാര് ബിദ്അത്താണെന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇമാമിയങ്ങൾ പറയാത്തത് പറയരുത്. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞു മൂസാ നബിയുടെ വടിക്ക് സ്വന്തം അതിന് ഗുണങ്ങൾ ഉണ്ട് എന്ന ധാരണ തിരുത്താൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത് എന്ന് ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആലിമും പറയില്ല. അങ്ങനെ അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ ആരും തന്നെ പറയില്ല. അഹ്ലുൽ ബിദ്അയുടെ ആലിമീങ്ങൾ എന്ന് പറയുന്നവർ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ഇങ്ങനെ പിഴച്ച ആലിമീങ്ങളുടെ പ്രസ്താവന നിങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ചു പോകരുത്. അപ്പൊ എന്നതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന ചിലർ ബിദ്അത്ത് ചിലർ സുന്നത്ത് എന്നിങ്ങനെ പറയുന്നതായിട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞ ആ ചിലരാരാ? ഇപ്പൊ മുജാഹിദീങ്ങൾ പറയാതെ ബിദ്അത്താണ് അല്ലേ? മുജാഹിദീങ്ങൾ അത് ബിദ്അത്താണെന്ന് പറയും. പക്ഷെ ആ ആലിമീങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലല്ലോ. പുത്തൻവാദികളായ ആളുകൾ പറയുന്നത് ഇവിടെ സ്വീകരിക്കാൻ പറ്റൂല. ഇവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ടു ജീവിച്ച ആളുകൾ എന്തു പറഞ്ഞു? ഞാൻ ഫോർ എക്സാമ്പിൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു? അതാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി പഠിക്കേണ്ടത്. അല്ലാതെ ആ സ്റ്റേജിന്മേൽ ആ മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നത് നമ്മുടെ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൽ ഒരു സംശയമേ അല്ല. ഈ വിഷയത്തിൽ ആധികാരികതയുള്ള ആളുകൾ എന്തു പറഞ്ഞു? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു? ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും പ്രസിദ്ധമായ 2 ഗ്രന്ഥങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് ഫത്ഹുൽ മുഈൻ, എല്ലാവർക്കും അറിയുന്ന കിതാബാണ്. ഫത്ഹുൽ മുഈൻ അറിയാത്ത ആളുകൾ ആരുമില്ലല്ലോ. ഫത്ഹുൽ മുഈൻ, ഫത്ഹുൽ മുഈനിൽ ഈ വിഷയത്തിൽ എന്താ പറഞ്ഞത് പരിശോധിക്കാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ അജീബത്തുൽ അജീബ,
അനിൽ അസ്ഇലത്തുൽ ഗരീബ എന്ന വളരെ അത്ഭുതകരമായ ഒരു കിതാബുണ്ട്. ലോകത്തെ മക്കയിലെയും പരിസരങ്ങളിലെയും അക്കാലത്തെ അഗ്രേസ്യരായ മഹാപണ്ഡിതന്മാരോട് ആശയ സംവേദനം നടത്തിയിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് പണ്ഡിതന്മാർ നൽകിയ മറുപടിയുടെ ക്രോഡീകരണ ഗ്രന്ഥമാണ് അജീബത്തുൽ അജീബ അനിൽ അസ്ഇലത്തുൽ ഗരീബ എന്ന കിതാബ്. ഇതിലൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇമാം മഅ്മൂമുകൾ ആമീൻ പറയാനുണ്ടെങ്കിൽ, നല്ലോണം മനസ്സിലാക്കുക, മഅ്മൂമുകൾ ആമീൻ പറയാനുണ്ടെങ്കിൽ ഇമാം ഉറക്കെ ദുആ ചെയ്യൽ സുന്നത്താണ്. തദവസരം മഅ്മൂമുകൾ ആമീൻ പറയലും സുന്നത്താണ്. സുന്നത്താന്ന് പറഞ്ഞാല് പ്രതിഫലം ലഭിക്കുന്ന സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിദ്അത്ത് സുന്നത്ത് എന്നുള്ള ആ സുന്നത്തല്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഫർളല്ല, ഹറാമല്ല, കറാഹത്തല്ല, കേവലം മുബാഹുമല്ല, പിന്നെന്താണ്, മുസ്തഹബാണ്. എന്ന് വെച്ചാൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഇതാണ് ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ അപ്പുറത്തൊരു സ്റ്റേജുമെന്ന് അങ്ങനെ കേട്ടു, ഇപ്പുറത്തൊരു സ്റ്റേജുമെന്ന് ഇങ്ങനെ കേട്ടു എന്നുള്ള സമകാലിക സ്റ്റേജുകളല്ല നാം ചൂണ്ടിക്കാണിക്കുന്നത്. നാം ചൂണ്ടിക്കാണിക്കുന്നത് അഹ്ലുസുന്നയുടെ പാരമ്പര്യം എന്തു പറഞ്ഞു എന്നുള്ളതാണ്. അഹ്ലുസുന്നയുടെ പാരമ്പര്യം നിങ്ങൾ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നിങ്ങൾ പറഞ്ഞു ആ സ്റ്റേജ് ഈ സ്റ്റേജ്, അതൊരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിലോ സംശയത്തിലോ കടന്നു വരേണ്ട ആശയമല്ല, മറിച്ച് ഇമാമുകൾ എന്തു പറഞ്ഞു ഈ വിഷയത്തിൽ, അതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. കാരണം അത് പറയാനുള്ള അവകാശവും അധികാരവും അള്ളാഹു നൽകിയിട്ടുള്ളത് ഇമാമുമാർക്കാണ്. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമാമുമാർ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു തന്ന മസ്അലകളെ അനുധാവനം ചെയ്തുകൊണ്ട് അമല് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതാണ് തഖ്ലീദ്. അതാണ് സാധാരണക്കാരായ എനിക്കും നിങ്ങൾക്കും നിർബന്ധമായത്. മനസ്സിലായത്? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല, ഞാനും നമ്മളൊക്കെ സാധാരണ സംശയം ചോദിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞല്ലോ. ആ നിലയിൽ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നിർബന്ധമായത് ഇമാമുമാർ വിഷയത്തിൽ എന്തു തീർപ്പ് കൽപ്പിച്ചു എന്നുള്ളതാണ്. ആ തീർപ്പാണ് ഞാൻ സൈനുദ്ദീൻ മഖ്ദൂം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. സ്റ്റേജുകൾ ഇവിടെ വിഷയമല്ല. മനസ്സിലായില്ലേ? നമ്മൾ ഷാഫി മദ്ഹബാണല്ലോ. അപ്പോ ഷാഫി ഇമാമ് പിന്നെ നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന ചെയ്തതായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ? അല്ല പിന്നെ ഷാഫി ഇമാമ് കൂട്ടുപ്രാർത്ഥന ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന ചെയ്യാം ഇമാമിങ്ങൾക്ക്. എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൗമൂമിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർത്തണം എന്നുള്ള ഒരു ഇതുണ്ട്. ഷാഫി ഇമാം ആ പറഞ്ഞത് ഇമാം ഉറക്കെ ദുആ ചെയ്യുന്ന ഒരു രൂപം വിശദീകരിച്ചതാണ് എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. ഷാഫിഈ ഇമാമിന്റെ ഒരു പ്രസ്താവനയുടെ ഉദ്ദേശ്യം എന്താണ് എന്ന് ഷാഫിഈ മദ്ഹബുകാരാണ് വിശദീകരിക്കേണ്ടത്. അപ്പോ ഒരു രൂപമാണ് മഅ്മൂമുകൾക്ക് ദുആ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇമാം ഉറക്കെയാക്കാം. അതൊരു ഉദാഹരണമാണ്. ഇനി മഅ്മൂമുകൾ ആമീൻ പറയാനുണ്ടെങ്കിലും ഇമാമിന് ഉറക്കെയാക്കാം. കാരണം അതൊക്കെ ഹദീസിൽ വന്ന വിഷയങ്ങളാണ്. ഒരു സംഘം ആളുകൾ ഒരിടത്തുനിന്ന് ദുആർക്കുമ്പോ ഒരാള് ദുആർക്കുക, ബാക്കിയുള്ളവര് ആമീൻ പറയുക. ഇങ്ങനെ ചെയ്താൽ അതിന് ഇജാബത്ത് കൂടും എന്ന് ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ കൂട്ടുപ്രാർത്ഥനയുടെ പല ലക്ഷ്യങ്ങളിൽ, പല ഉദ്ദേശ്യങ്ങളിൽ ഒന്ന് ഷാഫി ഇമാമിന്റെ കിതാബിൽ പറഞ്ഞതിനെ ഉദ്ധരിച്ചുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നു, അതോടൊപ്പം കൂട്ടിച്ചേർക്കണം. എന്ത്? ഇമാമിന്റെ പ്രാർത്ഥനയ്ക്ക് മഅ്മൂമുകൾ ആമീൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അന്നേരവും ഇമാമ് ശബ്ദമുയർത്തണം, മഅ്മൂമുകൾ ആമീൻ പറയുകയും ചെയ്യണം. അപ്പൊ ഷാഫി ഇമാം എന്താ പറഞ്ഞു എന്നുള്ളത് ഷാഫി ഇമാമിന്റെ ഉസൂല് ഖവാഇദ് മനസ്സിലാക്കിയ ആളുകളാണ്. ഡോക്ടർ ഐസക് ന്യൂട്ടന്റെ ഒരു അഭിപ്രായം, ഒരു സിദ്ധാന്തം വിശദീകരിക്കേണ്ടത് സയൻസ് പഠിച്ച ഒരു സയന്റിസ്റ്റാണ് വിശദീകരിക്കേണ്ടത്. അല്ലാതെ കന്നൂട്ടി നടക്കുന്ന കന്നൂട്ട് കൂട്ടുകാരൻ അത് വിശദീകരിച്ചാൽ അതിനൊരെത്തും പിടുത്തും ഉണ്ടാവില്ല. എന്നതുപോലെ ഷാഫി ഇമാം എന്ന മുജ്തഹിദിന്റെ ഇമാമിന്റെ ഉസൂല് ഖവാഇദുകൾ വെച്ചുകൊണ്ട്, മാനദണ്ഡങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് മസ്അല വിശദീകരിക്കുവാൻ അധികാരപ്പെട്ടവർ ആ ഇമാമിന്റെ മദ്ഹബിൽ അവഗാഹം നേടിയ ആളുകളാണ്. അവര് പറയുന്നു ഷാഫി ഇമാം ഈ പറഞ്ഞതിനോട് അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തിൽ കൂടിച്ചേരുന്നു. എന്ത്? മഅ്മൂമുകൾ ആമീൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇമാമ് ഉറക്കെ ചൊല്ലണം. അപ്പൊ മഅ്മൂമുകൾ ആമീൻ ചൊല്ലണം. ഇത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ അജീബത്തുൽ അജീബ എന്ന കിതാബിലും വിശദീകരിക്കുകയാണ്.
അപ്പൊ അവിടെ നിന്നാ മതി നമ്മൾ. മനസ്സിലായില്ലേ? അവിടെ നിൽക്കുക, അതാണ് സാധാരണക്കാരന്റെ ബാധ്യത. ഞാനത് ചോദിച്ചത് അത് വിശദീകരിച്ചുകൊണ്ടല്ല, മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. പിന്നെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, നേരത്തെ വിശദീകരണ സംസാരത്തിൽ പറഞ്ഞു, നബിദിനം ആഘോഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. നബിദിനം പിന്നെ അതിനുള്ള ഇത് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത്, നമ്മള് നബിദിനം ആഘോഷിക്കാന്ന് പറയുന്നത് എല്ലാ ആഘോഷങ്ങളും എല്ലാ സന്തോഷങ്ങളും നമുക്ക് ആഘോഷിക്കാം. ദുഃഖത്തിന് വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് ദുഃഖിക്കാൻ പാടില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് ആഘോഷിക്കുക എന്നുള്ള കാര്യം എവിടെയെങ്കിലും ഉണ്ടോ? അതിനുള്ളൊരു ഇത് പറഞ്ഞു. തബ്ലീഗ് ജമാഅത്തുകാരന്റെ ചോദ്യം ഉണ്ട്, നിങ്ങളെ ചോദ്യമല്ല. തബ്ലീഗ് ജമാഅത്തുകാരന്റെ ബലാഗ് മാസികയിൽപ്പെട്ട ഒരു ചോദ്യമാണ്. തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വഹാബികൾ തന്നെയാണ്. വഹാബികൾക്ക് എന്തെല്ലാം ചോദ്യങ്ങളുണ്ടോ അതൊക്കെ തബ്ലീഗർക്കുണ്ട്. കഴിഞ്ഞ വർഷം 2012 ആണെന്നാണ് ഓർമ്മ. 2012 ഡിസംബർ 29 ഈയുള്ളവനും ഇസ്തിഖാമയുടെ ഒരു പ്രവർത്തകനായ അബ്ദുൽ ഗഫൂർ അൻവരിയും കൂടി മഞ്ചേരിയിൽ ഒരു മുഖാമുഖം നടത്തുകയുണ്ടായി. അന്ന് 12 മണി വരെ വഹാബികളെ ചോദ്യങ്ങളുമായിട്ട് വന്നത് വഹാബികളായിരുന്നില്ല, തബ്ലീഗുകാരായിരുന്നു. ആ നാട്ടുകാർ, മഞ്ചേരിയിലുള്ള മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി തബ്ലീഗുകാർ എന്ന് പറഞ്ഞത് വഹാബികൾ തന്നെയാണ്. അപ്പൊ എന്നതുപോലെ ഇത് അൽബലാഗിലുള്ള അല്പം ചില നബിദിന ചിന്തകൾ എന്നുള്ള ചോദ്യങ്ങളാണ്. ഇതിലിപ്പോ അവര് പറയുന്നത് ആഘോഷിക്കാതിരിക്കൽ തന്നെയാണ് ഉത്തമം, വിശേഷിച്ചും അവിടുത്തെ വിയോഗം അന്നേ ദിവസമായിരിക്കെ. ഈ പരാമർശത്തിനാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ മറുപടി പറഞ്ഞത്. എന്താണ്? വിയോഗത്തിൽ ദുഃഖം ആചരിക്കുക എന്ന ഒരു നിയമം ഇസ്ലാമിലില്ല. മുസീബത്തിൽ ദുഃഖം ആവർത്തിക്കുക, ആചരിക്കുക എന്നൊരു നിയമം ഇസ്ലാമിലില്ല. അത് തെറ്റാണ്. അതേസമയത്ത് സന്തോഷവേളകളിൽ, അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചതുമാണ്. അതിന് അതെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എന്റെ സഹോദരൻ ചോദിക്കുന്നത്. അതെവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഖുൽ, പറയുക നബിയേ, ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും വറഹ്മത്തിഹി, അവന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക, അതുകൊണ്ട് തന്നെ, ഫൽയഫ്റഹു, സന്തോഷിച്ചുകൊള്ളുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിന്റെ 57-ാമത്തെ ആയത്ത് വിശദീകരിക്കുകയാണ്. ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശ്യം എന്താണ്? ഇവിടെ പൊതുവായ റഹ്മത്താണോ സവിശേഷമായ റഹ്മത്താണോ? എങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പരിഭാഷ നോക്കിയിട്ടല്ല മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ പൊതുവായ റഹ്മത്താണോ സവിശേഷമായ റഹ്മത്താണോ? ഇവിടെ പൊതുവായ റഹ്മത്താണോ അല്ലയോ എന്നുള്ള വിഷയം അതവിടെ മാറ്റിവെച്ചുകൊണ്ട് ഇമാമുമാർ പറയുന്ന ഇവിടുത്തെ സവിശേഷമായ റഹ്മത്ത് ഏതാണ്? ബിറഹ്മത്തിഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറാണ്. മുഹമ്മദ് നബിയെ കൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ, മുഹമ്മദ് നബിയെ കൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ. അപ്പൊ മുഹമ്മദ് നബിയെ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദ് നബിയുടെ തടി ഇങ്ങനെ സന്തോഷിക്കാന്നാ? മുഹമ്മദ് നബിയെ കൊണ്ടുണ്ടായ സന്തോഷവേളകൾ, ഏതൊക്കെ സന്തോഷവേളകളാണുള്ളത്? അതിൽപ്പെട്ട ഒന്നാണ് ജന്മദിനം എന്നുള്ളത്. ആ ജന്മദിനം വലിയ ഒരു സന്തോഷമാണ്. അന്ന് ലോകം മുഴുവൻ സന്തോഷിച്ചിട്ടുമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സന്ദർഭത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കരഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ആകാശഭൂമികൾ അലങ്കരിച്ചു, മലായികത്തുകൾ സന്തോഷിച്ചു. സന്തോഷം അവര് ആമിന ബീവിയോട് വന്ന് പറഞ്ഞു. അതുപോലെ അന്ന് ലോകം മുഴുവൻ ഈ വിഷയം അറിഞ്ഞവരൊക്കെ സന്തോഷിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ആ സന്തോഷത്തെ വർഷാവർഷം ആവർത്തിക്കുക, അത് നമ്മൾ എല്ലാ സമയത്തും നമുക്ക് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ റബീഉൽ അവ്വൽ 12 വരുമ്പോൾ ആ സന്തോഷത്തെ ഒന്നുകൂടി നമ്മൾ പുതുക്കുക എന്ന ലക്ഷ്യാർത്ഥം നമ്മൾ നബിദിനാഘോഷിക്കുക. ഈ നബിദിനമാഘോഷം ഇതുകൊണ്ട് തന്നെ സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്, പുണ്യകർമ്മമാണ് എന്നാണ് നമ്മുടെ ഇമാമുകളൊക്കെയും രേഖപ്പെടുത്തിയത്. തബ്ലീഗുകാർ പറയുന്നു പാടില്ല, പാടില്ല. ഏതു നിലക്ക് ചിന്തിച്ചാലും നബിദിനമാഘോഷം തെറ്റാണ്, ഹറാമാണ്. ഹറാമാണെന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല.
ആകെ എതിർപ്പുള്ള ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഫാക്കിഹാനി. അദ്ദേഹം തന്നെ അത് കറാഹത്താണെന്നാ പറഞ്ഞിട്ടുള്ളത്, കറാഹത്താണ്. തബ്ലീഗുകാരൻ പറയുന്നു ഹറാമു തന്നെ, നാ ജായിസ് ഹേ, ഹറാമാകുന്നു. അതിനെ ഒന്നുകൂടി പൊടി തട്ടിക്കൊണ്ട് മലയാളത്തിൽ എഴുതുന്നു. അല്പം നബിദിന ചിന്തകൾ എന്ന ഈ ലേഖനത്തിൽ ഇതിന്റെ 34-ാമത്തെ പേജിൽ ബലാഗ മാസിക രേഖപ്പെടുത്തുന്നു. അപ്പൊ അതിനവർ പറയുന്ന ഒരു ന്യായമാണ്. 12-ന് അന്ന് റസൂൽ വഫാത്തായ ദിവസമല്ലേ, അന്ന് നമ്മൾ എങ്ങനെ സന്തോഷിക്കും? അതിനാണ് മറുപടി. വഫാത്തിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ സന്താപത്തെ ആവർത്തിക്കുക എന്ന ഒരു നിയമം ഇസ്ലാമിലില്ല. അതേസമയത്ത് റഹ്മത്തിന്റെ പേരിൽ, അനുഗ്രഹത്തിന്റെ പേരിൽ സന്തോഷിക്കുക എന്നുള്ളത് ഇസ്ലാം കൽപ്പിച്ച കാര്യമാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? ഉദാഹരണം ഒരു ഇബാറത്ത് ഞാൻ വായിക്കാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയാണ്, ഫയുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്താണ്, ഐദൻ വീണ്ടും, ഇദ്ഹാറു ശുക്ർ, നന്ദി വെളിവാക്കൽ, ബിമൗലിദിഹി, റസൂലിന്റെ ജന്മദിനത്തിൽ. എങ്ങനെ വെളിവാക്കുക? ബിൽഇജ്തിമാഇ, ആളുകൾ സമ്മേളിക്കൽ കൊണ്ട്, വഇത്ആമിത് തആം, വിഭവങ്ങൾ വിതരണം ചെയ്യൽ കൊണ്ട്, വനഹ്വി ദാലിക, അതുപോലുള്ള കാര്യങ്ങളെ കൊണ്ട്. അതെന്താൽ മിൻ വുജൂഹിൽ ഖുർബാത്തി, വിവിധങ്ങളായ സൽക്കർമ്മങ്ങളാൽ, വഇൽഹാരിൽ മസറാത്തി, സന്തോഷ പ്രകടനങ്ങളാലും. ആരാ പറയുന്നത്? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഹിജ്റ 9-ാം നൂറ്റാണ്ടുകാരൻ പറയാം. ഇത് 15-ാം നൂറ്റാണ്ടാണ്. ഒരു ഉദാഹരണത്തിന് ഈ പ്രാർത്ഥന ഞാൻ വായിച്ചത്, മനസ്സിലായി? അസ്സലാമു അലൈക്കും. ഞാൻ സുബൈർ കാന്താരിയാണ്. പിന്നെ എനിക്കൊരു ചോദ്യം, എന്റെ സംശയം തീർക്കാനാണ്. ഈ മുഖാമുഖം പരിപാടിയായതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഉസ്താദ് നേരത്തെ പറഞ്ഞു ഒരു പള്ളിയിൽ തബ്ലീഗാറെ കയറ്റാൻ പാടില്ല എന്നുവെച്ചാല് അതേമാതിരി മറ്റേ ജമാഅത്ത് ഇസ്ലാം അതേമാതിരി എല്ലാം. ഇപ്പൊ നമ്മളിപ്പം പെട്ടെന്നൊരു സ്ഥലത്തിന് ബാങ്ക് കേട്ട് അപ്പൊ നമ്മൾക്ക് നിസ്കരിക്കണം. ആ ഭാഗത്ത് ഒരു പള്ളിയും ഇല്ല. ആ ഒരു പള്ളികള് ഇപ്പോഴത്തെ പള്ളി എന്ന് വെച്ചാൽ ജമാഅത്തിന്റെ വേറെ, മുജാഹിദിന്റെ വേറെ, അവിടുന്ന് നമുക്ക് നമസ്കരിക്കാൻ പറ്റുമോ? അത് കൂടാതെ ഉണ്ട് ഉസ്താദ്, വേറൊന്ന്, നമ്മൾ ഇവിടുന്ന് നമ്മൾ ഹജ്ജിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ നാട് പോയി മറ്റേ നാട്ടിൽ പോകുമ്പോൾ അവിടെ വേറെ. പിന്നെ തബ്ലീഗിനെ കയറ്റാൻ പാടില്ലെന്നും അർത്ഥം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കേട്ടെടുത്തുണ്ടായ ചെറിയൊരു പിഴവായിരിക്കാം. നമ്മൾ ഒരു ഉത്തമ പ്രസ്ഥാനക്കാരെ നമ്മളെ പള്ളിയിൽ കയറ്റാൻ പാടില്ല എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അവരുടെ ആശയ പ്രചരണങ്ങൾക്ക് നമ്മുടെ പള്ളി വേദിയാക്കരുത് നമ്മൾ പറഞ്ഞു. നല്ല മുജാഹിദിനെ പള്ളിയിൽ കയറ്റരുത്, ജമാഅത്ത് ഇസ്ലാമിനെ നമ്മളെ പള്ളിയിൽ കയറ്റരുത്, തബ്ലീഗ് ജമാഅത്തിനെ നമ്മളെ പള്ളിയിൽ കയറ്റരുത് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. മുജാഹിദിന്റെ ആശയം പ്രചരിപ്പിക്കാൻ നമ്മുടെ പള്ളി വേദിയാവരുത്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ പള്ളി വേദിയാവരുത്, തബ്ലീഗ് ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ പള്ളി. അത് നിങ്ങൾ കേട്ടോടത്തുണ്ടായ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം, കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് ചോദിച്ചത്, ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ഏത് പള്ളിയെന്ന് അറിയില്ലല്ലോ, ഏത് പള്ളിയിൽ കയറി നിസ്കരിക്കാം, അത് നമ്മൾ ഇല്ലാണ്ടില്ല. പക്ഷെ മുബത്തദീനെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ വരുമ്പോ ഇപ്പൊ ഞങ്ങൾ യാത്രക്കാരായിരിക്കും, നിസ്കരിക്കാൻ ചിലപ്പോൾ പള്ളിയുണ്ട് കയറി, ചിലപ്പോൾ മുജാഹിദിന്റെ പള്ളിയായിരിക്കാം. പക്ഷെ അവിടുത്തെ ജമാഅത്ത് മുജാഹിദാണ്, മുബത്തദീങ്ങളാണ് ഇമാമത്ത് നിൽക്കുന്നെങ്കിൽ അവരെ തുടരാൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ആ പള്ളിയിൽ നിസ്കരിക്കാൻ, പള്ളി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് എവിടെയും നിസ്കരിക്കാം. നിങ്ങൾ സംഘടനാ ബന്ധവും പേരൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ അവർക്കാണ് അവസരം കൊടുക്കുന്നത്. നിങ്ങൾ ചോദിച്ച സ്ഥിതിക്കായിട്ട് കയറി ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സംഘടനാ ബന്ധം പറയേണ്ടതാവുന്നു. അല്ലെങ്കിൽ മുപ്പര് തബ്ലീഗ് ജമാഅത്തിന്റെ അനുഭവമായിട്ട് വന്ന സ്ഥിതിക്ക് നമ്മൾ അവരെ പരിഗണിക്കണം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മിൻഹാജ്. ജുമഅക്ക് മുമ്പുള്ള തറപ്രസംഗം അനുവദനീയമാണോ? ഞാൻ SSFന്റെ ഒരു പ്രവർത്തകനാണ്. സമസ്തയുടെ നിലപാട് എന്ത്? തളിപ്പറമ്പിൽ സമസ്തയുടെ നിയന്ത്രണത്തിലുള്ള ചില പള്ളികളിൽ നടക്കുന്നുണ്ട് ഈ തറപ്രസംഗം. ശംസുൽ ഉലമ ഈ തറപ്രസംഗം എതിർക്കാൻ കാരണമെന്ത്? ഞങ്ങളിപ്പോ ഉദ്ദേശിച്ചത് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലത്തെ വിഷയങ്ങളാണ്. കുടിയും പൊടിയും പറയാൻ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല. ആദ്യമായിട്ട് ഉണർത്തുക എവിടേക്ക് അടിക്ക് പറഞ്ഞരാ. അവര് വന്നതുകൊണ്ട് അല്ലല്ല, എവിടേക്ക്
മൈക്ക് ഞങ്ങൾ ഒരു പറയുമ്പോ അത് ശരി നല്ലതൊക്കല്ലേ മൈക്കൊക്കെ നമ്മൾ പറയുമ്പോ തന്നെ കേട്ടോ. ഇവിടെ നമ്മള് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലത്തെ ഒരു സംശയം തീർക്കാനാണ് അവസരം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് പ്രശ്നമായിട്ടല്ലേ, ഇത് ഞങ്ങൾ പല മിണ്ടരുത് പറയണ കേക്ക് ഇതെന്താ മുൻകർ നിൽക്കാൻ ഞങ്ങൾ മയ്യത്ത പറയണ കേക്ക് എന്നിട്ട് മറുപടി പറയാം. ഇവിടെ ഞങ്ങൾ അവസരം സൃഷ്ടിച്ചിരിക്കുന്നത് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗുള്ള പുത്തൻ ആശയക്കാർക്കാണ്. മറ്റത് നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, നമ്മൾ അതിന് സംവാദം നടത്തിയിട്ടാണ് ഞങ്ങൾ വരുന്നത് മുടിയുടെയും മുടിയുടെ നേതാക്കാരായിട്ട്. ഞങ്ങൾക്കതൊരു വിഷയമായിട്ടല്ല. പറയണ കേക്ക് സഹോദര, ഒന്ന് പറയണ കേക്ക് എന്നിട്ട് മൈക്ക് തരാം. അല്ല നീ പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞോട്ടെ, പറഞ്ഞു വരട്ടെ. അങ്ങനല്ല, മുടി മാത്രല്ല ഇതും ഒക്കെ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടോ അല്ല, ഞങ്ങൾ ഇപ്പൊ ഉദ്ദേശിച്ച പരിപാടി ഇതാണ്, ബന്ധപ്പെട്ടതാണ്. പറയട്ടെ. നിങ്ങൾ എന്തിനാ ഇത്ര ബേജാറാണ്? ഞങ്ങൾ അവസരം തരുമല്ലോ മൈക്ക്, ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ട് മൈക്ക് തരുമല്ലോ, നിങ്ങൾ ഇത്ര ബേജാറാവണ്ട. എന്താ മുടി എന്ന് നമുക്ക് ഇത്ര ഹാളളകണത്? അതെന്തോ ഒരു പ്രശ്നമുള്ളതായിരിക്കും. അതിന് ഹാളളകേണ്ട ആവശ്യമില്ലല്ലോ. മുതലേ ഞങ്ങളിപ്പോ സുന്നത്തമായിട്ട് പറയണ്ടെങ്കിൽ നിങ്ങൾ ഇത് കയറി വന്നപ്പോഴും ഞങ്ങള് മറുപടി പറയുന്നതിടയ്ക്ക് മുടി എന്ന് പറയുമ്പോൾ ഇതിന് ഇളകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതും വേണമെങ്കിൽ റെഡിയാണ്, ഇതും റെഡിയാണ്. മുടി എന്നല്ല, പൊടി മുതൽ അടിവരണ ഏത് വിഷയം പറയാണ് ഞങ്ങൾ തയ്യാറെന്നാണ്. പറയാ, ഇരിക്ക് പറഞ്ഞുതരാ, പറഞ്ഞുതരാ. എന്ത് ഇളകണെന്തിനാ പറഞ്ഞ ഇരിക്ക് പറഞ്ഞുതരാന്ന്. ഇതെന്ത് പറയാൻ സമ്മതിക്കാത്ത? ഒന്ന് കേൾക്ക്, നല്ല ശരിയാവുള്ളൂ. ഒന്ന് കേൾക്ക്, ഇങ്ങോട്ട് ശ്രദ്ധിക്ക് സഹോദരൻ, ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. എന്താ പ്രശ്നം? എന്താ ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, നിങ്ങൾ ശ്രദ്ധിക്ക്, ഇങ്ങോട്ട് ശ്രദ്ധിക്ക് സഹോദരൻ. എന്താ പേര് പറഞ്ഞു? ആ പേരെന്താ പറഞ്ഞു? അജ്മലോ? മിൻഹാജ്. മിൻഹാജ് ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. പറഞ്ഞുതരാൻ തന്നത് നമ്മൾ പറഞ്ഞത് മിൻഹാജ്. ഒന്ന് ശ്രദ്ധിക്കൂ, മിൻഹാജ് ഒന്ന് ശ്രദ്ധിക്കൂ. ഈ വിഷയം ജുമുഅന്റെ മുമ്പുള്ള പ്രസംഗം സമസ്തന്റെ ചില പള്ളികളിൽ നിന്ന് പറഞ്ഞത്. എന്നാൽ കാന്തപുരം വിഭാഗത്തിന്റെ പല നേതാക്കന്മാരും ജുമുഅന്റെ പ്രസംഗം നടത്തുന്നത് ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ജില്ലയിൽ അവരുടെ സമുന്നതനായ നേതാവ് യൂസുഫ് ഫൈസി, അദ്ദേഹം നിന്ന പള്ളികളിലൊക്കെ ജുമുഅന്റെ മുമ്പ് പ്രസംഗിച്ചിരുന്നത് തെളിവ് ചെയ്യാൻ തരാം. അപ്പൊ അത് പറഞ്ഞ് ഇപ്പൊ ഈ നിക്ക് ഞാൻ പറഞ്ഞു കഴിയട്ടെ സഹോദര, ഒന്നും ഉണ്ടായിരിക്ക്. എന്താ ഇത്ര ഇളക്കം? ഒന്ന് ഇതാ ഈ സഹോദരൻ കണ്ടോ ചോദിച്ചു. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. മിൻഹാജ്, പ്രിയ സഹോദരൻ ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ഇയാൾ ചോദിച്ചു, ഞങ്ങൾ മറുപടി പറഞ്ഞ പിന്നെ മൈക്ക് കൊടുക്കണ്ടല്ലോ. ആ സഹോദരൻ എത്ര മാന്യമായിട്ട് ചോദിച്ചത്. നമ്മൾ പിന്നെയും മൈക്ക് കൊടുത്തു. അരമണിക്കൂറിലേറെയില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരം വെളുക്കുന്നവരുടെ സമയം അനുവദിച്ചതിന് മൈക്ക് തരാം. നിങ്ങൾ എന്തെത്ര ഹാരളകിയാലോ, എന്തെത്ര പ്രശ്നം? എന്താ ഇത്ര പ്രഷർ വേണ്ട ആവശ്യത്തിലൊന്നുമില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു കഴിയട്ടെ. എന്തൊരു മനുഷ്യനാണിത്. ഒന്ന് മിൻഹാജ് ഇങ്ങോട്ട് നോക്കൂ. എന്താ ഇങ്ങനെ കടങ്ങാറായാലോ? അതിനൊന്നും ആവശ്യമില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ പറയണത് നിങ്ങൾ സമസ്തന്റെ ചില പള്ളികൾ പറഞ്ഞു. നിങ്ങളുടെ പല പള്ളികളിലും പല ഖത്തീബുമാരും ജുമുഅന്റെ മുമ്പ് പ്രസംഗിക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ തെളിയിച്ചു തരാൻ പറഞ്ഞല്ലോ. അത് തീർത്തിട്ട് പോരെ. ഇപ്പൊ ഈ വിഷയത്തിന്റെ ഇടയിൽ ഇപ്പൊ സുന്നികളും മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിന്റെ വിഷയത്തിനിടയിൽ കയറി വരണമെങ്കിൽ നിങ്ങൾ അതിൽ പരിപൂർണ്ണ ക്ലിയർ ആവണല്ലോ. അതില്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ ആ വിഷയം കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ പേടിച്ചുകൊണ്ടല്ല. വേണമെങ്കിൽ ഇവിടെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഏത് വിഷയത്തിലും ഒരു പരസ്യമായ മുഖാമുഖം മാത്രമല്ല സംവാദം നടത്താനും ഞങ്ങൾ ഒരുക്കമാണ്. 1000 വട്ടം ഒരുക്കാണ്. ആ വക പേടൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾ ഇപ്പൊ ക്ഷണിച്ചത്, ഞങ്ങൾ ഇപ്പൊ പരിപാടി വെച്ചത് ഇവിടുത്തെ മുജാഹിദിനും ജമാഅത്തെ ഇസ്ലാമിക്കും തബ്ലീഗ് ജമാഅത്തിനും ചോദിക്കാനാണ്. അത് ഞങ്ങൾ തുടക്കത്തിൽ പറയും ചെയ്തു. തുടക്കത്തിൽ മിൻഹാജ് ശ്രദ്ധിക്കുക, അത് തുടക്കത്തിൽ പറയും ചെയ്തു. പിന്നെ ചോദിച്ച ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾ നടത്തുന്ന ഒരുപാട് പള്ളി, ഞാൻ ഒരാളെ പേരടക്കം പറഞ്ഞല്ലോ. ഇത് ഇവിടെ മാത്രമല്ല, ഇത് ലോകമൊട്ടും കേൾക്കുന്നതാണ്. ഇല്ല എങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ. പാലക്കാട് ജില്ലയിൽ നിന്ന് ഞാൻ എന്റെ നാട്ടിൽ അനുഭവം പറഞ്ഞത്. പാലക്കാട് ജില്ലയിലെ
സമുന്നതനായ നേതാവ് അദ്ദേഹം നിന്ന പള്ളികൾ കൂടി ഞാൻ എണ്ണി പറഞ്ഞുതരാം. ആ പള്ളിയിലൊക്കെ ജുമുഅന് മുമ്പ് പ്രസംഗിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഞങ്ങളെ മേക്കിട്ട് കുതിര കയറാൻ, ഇവിടുത്തെ വിഷയം തീർക്കലല്ലേ നമ്മൾ ആവശ്യം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചാണെങ്കിൽ അങ്ങനെ, മുടിയാണെങ്കിൽ അങ്ങനെ, പൊടിയാണെങ്കിൽ അങ്ങനെ, ജുബ്ബയാണെങ്കിൽ അങ്ങനെ, ഏത് വിഷയത്തെക്കുറിച്ച് മുഖാമുഖമാണെങ്കിൽ മുഖാമുഖം, സംവാദമാണെങ്കിൽ സംവാദം. നിങ്ങൾക്കറിയോ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മണ്ണാർക്കാട് സംവാദം നടത്തി. നിങ്ങൾക്കറിയോ എന്താ വിഷയം അറിയോ? ഈ മുടി അവിടെ ആകെ ഞങ്ങൾ ചോദിച്ചെന്താ അറിയോ? കാന്തപുരം എപ്പി അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് ആണോ അല്ലേ? ഞങ്ങൾ പറഞ്ഞു അല്ല, ആണ് എന്ന് എഴുതാൻ പറഞ്ഞിട്ട് 3 മണിക്കൂർ സമയം കൊടുത്തിട്ട് ഒരു നിമിഷം പോലും ഉപയോഗിച്ചാൽ മതി ആണ് എഴുതാൻ കഴിയാത്ത ആൾക്കാരാണ്. അപ്പൊ ആ വക വിഷയമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമില്ല. പക്ഷെ ഇന്നത്തെ പരിപാടി ഇവിടെ സംഘാടകർ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഞങ്ങളും പറഞ്ഞു ഇന്നത്തെ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ രണ്ടാളെ വിഷയാവതരണത്തിൽ ആ വിഷയം മുണ്ടിട്ട് പോലില്ല. വേണമെങ്കിൽ ക്ലിപ്പിട്ട് 4 മണിക്കൂർ ഞാൻ വിഷയം പ്രസംഗിക്കാം, ഫുള്ള് പറയാം. ഇപ്പോ സത്യം പറഞ്ഞ വിദേഹത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ടാര് കാന്തപുരി ഭാഗം ഈ വിഷയത്തിന്റെ പേരിൽ, മുടിയുടെ പേരിൽ ശരി മുബത്തദീയങ്ങൾ ആശയം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതും പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതൊന്നും ഇപ്പോൾ മിണ്ടായിരുന്നതുകൊണ്ടറിയോ? ഇത് സുന്നത്ത് ജമാഅത്തും മുബത്തദീയങ്ങളും നമ്മുടെ വിഷയമല്ലേ, അത് തീരട്ടെ നടക്കാൻ, അത് കലക്കാൻ താങ്കൾ ശ്രമിക്കാൻ പാടില്ലായിരുന്നെന്ന് സ്നേഹബുദ്ധി ഉണർത്തുകയാണ്. പിന്നെ കുറെ സംശയം ഉണ്ടായിട്ട് ചോദിച്ചതാണ്. പിന്നെ കേട്ടതിൽ അൽഹംദുലില്ലാ ജസാക്കല്ലാഹു ഖൈർ. പിന്നെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു സംസാരിക്കുന്നിടയിൽ, അങ്ങനെ അതെനിക്ക് ഒരു അത്ര ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഉസ്താദിന്റെ പേരെനിക്കറിയില്ല. ഉസ്താദ് പറഞ്ഞു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്, ആർക്കും ചോദിക്കാം. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തെ തളർത്താൻ വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നിപ്പോയി, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പിന്നെ പുത്തംവാദികൾ, അതുപോലെ വഹാബികൾക്കുള്ള ചോദ്യങ്ങളാണ് തബ്ലീഗുകാർക്ക് ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സമസ്തന്റെ മദ്രസയിൽ പഠിച്ച ആളാണ്, ആ സമസ്തന്റെ പിന്നെ ഇത് അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. അപ്പോ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, ആ സംശയങ്ങളാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ പറയാം, അത് അൽഹംദുലില്ലാ ജസാക്കല്ലാഹു ഖൈർ കേട്ടത് അതിനെ തൃപ്തിയോടെ തന്നെയാണ്. നിങ്ങളുടെ ചോദ്യത്തെയല്ല അല്ലെങ്കിൽ നിങ്ങളെയുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നിങ്ങളുടെ ചോദ്യത്തിൽ ഈ എന്റെ പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ എന്റെ പ്രസംഗത്തിൽ അങ്ങനെ ഒരു ആശയം വരാനുണ്ടായ സാഹചര്യമാണ് ഞാൻ വിശദീകരിച്ചത്. അത് ഈ ബലാഗ് മാസികയാണ്. ബലാഗ് മാസിക തബ്ലീഗുകാരുടേതാണ്. തബ്ലീഗുകാർ പലപ്പോഴും ചോദിക്കാറുള്ളത് വഹാബികളുടെ ചോദ്യമാണ് എന്ന് എന്റെ പ്രസംഗത്തിന്റെ ഒരു പശ്ചാത്തലം ഞാൻ വിശദീകരിച്ചതാണ്. അല്ലാതെ താങ്കളെയോ താങ്കളുടെ ചോദ്യത്തെയോ ഞാൻ ചെറുതാക്കി കണ്ടതല്ല. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. താങ്കളുടെ ചോദ്യത്തിൽ എന്തുൾപ്പെടുത്തി? നിങ്ങളുടെ പ്രസംഗത്തിൽ കേട്ടല്ലോ എന്ന നിലക്കാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചത്. അപ്പൊ എന്റെ പ്രസംഗം എന്താണ് എന്ന് സദസ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ എന്റെ പശ്ചാത്തലം വിശദീകരിച്ചത്. ആ വിശദീകരണത്തിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ് താങ്കൾ ചോദിക്കുന്നത് അതുപോലെയാണ് എന്നൊരിക്കലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ തബ്ലീഗുകാരെ സംബന്ധിച്ചാണ്. അത് ഈ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. കാരണം ഈ പുസ്തകം തബ്ലീഗുകാരുടേതാണ്. ഇതിനെ പുരസ്കരിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗം നടത്തിയത്. അതിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങളെയോ നിങ്ങളുടെ ചോദ്യത്തെയോ ഞാൻ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.
ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കാം. അതിനിടയ്ക്ക് സംഘാടകർ ഒരു പരിപാടി ഇവിടെ തളിപ്പറമ്പ് വെച്ചുകൊണ്ട് അൽ മുഹിമ്മ ഓൺലൈൻ സുന്നി മുഷാവറ വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയുടെ ഫതാവ മുഹീസുന്ന ഒരു വിളിച്ചേത്തും മുഖാമുഖവും വിജയ് നേതാവ് എ പി അബ്ദുൽ ഖാദറുടെ ജനസന്ദർശനവും തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണ സമ്മേളനം 2014 മെയ് 23 വെള്ളി വൈകുന്നേരം 5 മണിക്ക് തളിപ്പറമ്പ് വെച്ച് നടക്കുന്ന അറിയിച്ചിട്ടുണ്ട്. എല്ലാവരെയും ക്ഷണിക്കാൻ സംഘടന അറിയിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുനീർ. ഇപ്പോൾ ചർച്ച ചെയ്ത വിഷയമല്ല ചോദിക്കുന്നത്. ഇസ്ലാമിലെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീത പരിപാടികൾ അനുവദനീയമാണോ? ഏതൊക്കെ ഇൻസ്ട്രുമെന്റാണ് അനുവദനീയമായിട്ടുള്ളത്? സഹോദരൻ ക്ഷമിക്കണം, നമ്മൾ ആദ്യം പറഞ്ഞു സുന്നികളും തർക്കത്തിലേക്കുന്ന വിഷയങ്ങൾ മസ്അല സംബന്ധമായ ചോദ്യങ്ങൾ ഇപ്പോൾ അവസരം നൽകുന്നതല്ല. ഒന്നും വിചാരിക്കരുത്. നമ്മൾ വിഷയം അവരെ പ്രത്യേകം കത്ത് കൊടുത്ത് ക്ഷണിച്ചത് കൊണ്ട് അവർക്കാണ് നമ്മളിപ്പോൾ അവസരം കൊടുക്കുന്നത്. നിങ്ങൾക്ക് മസാലയായിട്ട് ബന്ധപ്പെടാൻ ഇവിടെ സ്ഥാപനമാർക്ക് ഇഷ്ടം പോലുണ്ട്. നിങ്ങൾ ഒഴിവനുസരിച്ചുകൊണ്ട് ബന്ധപ്പെടുന്നതോട് അറിയിക്കുന്നു. വിഷയാസ്പദം മാത്രമേ ഇപ്പോൾ നമ്മൾ അനുവദിക്കുള്ളൂ. സുന്നികളും അസുന്നികളും തർക്കത്തിരിക്കുന്ന വിഷയങ്ങൾ. ഈ സംഘാടകർ മറ്റു വിഷയങ്ങളിൽ പറയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനും തയ്യാറാണ്. ഇവിടെ ക്ഷണിക്കപ്പെട്ടു വരുത്തിയത് ആ നിലക്കായതുകൊണ്ടാണ്. ഈ മറ്റുള്ള വിഷയങ്ങൾ കേൾക്കാൻ മസാലപരമായ വിഷയങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. 23 പരിപാടിയിൽ മറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് വേണ്ട. കാരണം നമ്മൾ അവസരം സൃഷ്ടിച്ചവർക്കുള്ളതാണിത്. അതിന് വേറെ വേദി വെച്ചോളി. നമ്മൾ ഓരോ പരിപാടി സംഘടിപ്പിക്കുന്ന ലക്ഷ്യത്തിൽ നിൽക്കണം. പിന്നെ പലതും ചോദിക്കുക, ഇതൊക്കെ നമ്മൾ പറയണ നിൽക്കണ്ടെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് തയ്യാറാകണം. പിന്നെ ഞങ്ങൾ പറഞ്ഞു പറയുന്നത് നാളെ ഇത്രയുള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരോട്, എൻ്റെ പേര് അബൂബക്കർ എന്നാണ്, തളിപ്പറമ്പുകാരനാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ സഹോദരന്മാർക്ക് ചില ഉസ്വാസുകൾ ഉണ്ടാക്കുന്ന വിധേയ പ്രസ്ഥാനത്തിന്റെ ചില കാര്യങ്ങളിൽ പെട്ട ഒന്ന്, ബദരീങ്ങളെ ആണ്ടിന് അവരുടെ മേൽ അറക്കപ്പെടുന്ന മൃഗങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മേൽ നേർച്ചയാക്കപ്പെടുന്ന അന്നാമകൾ, മക്ക മുശ്രിക്കീങ്ങൾ അവരുടെ അസ്നാമുകൾക്ക്, ബിംബങ്ങൾക്ക് അർത്ഥത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞ് വസ്വാസ് ഉണ്ടാക്കാറുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? നേരത്തെ പറഞ്ഞതൊന്നുകൂടി ആവർത്തിക്കുകയാണ്. ദയവ് ചെയ്ത് സുന്നി ആശയക്കാരായ ആളുകൾ തൽക്കാലം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. മുബ്തദിഉകളായ ആളുകളുടെ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് പറയട്ടെ, സുന്നികൾ മഹാന്മാരുടെ പേരിൽ അറുക്കുന്ന മൃഗം മുശ്രിക്കുകൾ ബിംബങ്ങൾക്ക് സമർപ്പിക്കുന്ന മൃഗങ്ങൾക്ക് തുല്യമാണെന്ന് ബിദ്അത്തുകാർ പറയുന്നു. ബിദ്അത്തുകാർ എന്ന് പറഞ്ഞാൽ മുജാഹിദുകളും അത് പറയുന്നുണ്ട്, ജമാഅത്തുകാരും പറയുന്നുണ്ട്, തബ്ലീഗുകാരും പറയുന്നുണ്ട്. ഈ മൂന്ന് കക്ഷികളും അതിൽ ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ടാണ് മൂന്ന് കൂട്ടരും പേച്ച പാർട്ടിക്കാരാണ്. തൗബ ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരുടെ നരകം അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകേണ്ടി വരുന്നത്. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോ മഹാന്മാരുടെ പേരിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി വബിശൈഖ് മുഹിയുദ്ദീൻ എന്ന് ചൊല്ലി അറുക്കുന്നു എന്നാണോ? അല്ല. അങ്ങനെയാണോ? അല്ല. മുഹമ്മദ് നബിയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി വബി മുഹമ്മദിൻ എന്ന് അറുക്കുമ്പോൾ ചൊല്ലുന്നു എന്നാണോ? അല്ല. പിന്നെന്താണ്? അറുക്കുന്നത് അള്ളാഹുവിനാണ്, അഥവാ ആരാധനയുടെ സമർപ്പണം അള്ളാഹുവിന്, പ്രതിഫലം മഹാന്. മനസ്സിലായി? അതേസമയത്ത് മുശ്രിക്കുകൾ സമർപ്പിക്കുന്നത് ബിംബത്തിനാണ്, അള്ളാഹുവിനല്ല. അവിടെയാണ് വ്യത്യാസം. ഏതുപോലെ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരാൾക്കൊരു കുട്ടി പിറന്നാൽ 7-ാം ദിവസം ആ കുട്ടിയുടെ പേരിൽ അഖീഖത്ത് അറുക്കും. അതിന്റെ അർത്ഥം എന്താ? അഖീഖത്തറുവെന്ന ആരാധന അള്ളാഹുവിന്, പക്ഷേ അതിന്റെ ഗുണം ഈ കുട്ടിക്ക്.
എന്നല്ലേ? അപ്പൊ അതിന്റെ ഗുണവും പ്രതിഫലവും കുട്ടിക്കു ലഭിക്കാൻ എന്ന ഉദ്ദേശത്തിൽ നമ്മൾ പറയും കുട്ടിയുടെ പേരിലുള്ള അറിവാണ് എന്ന് പറയും. അതൊരിക്കലും തന്നെ മുശ്രിക്കുകളുടെ ഏർപ്പാടുമായിട്ട് കൂട്ടിക്കുഴക്കുന്നത് ദുഷ്ടബുദ്ധിയാണ്. പിശാച് സ്വാധീനിച്ച ദുഷ്ടബുദ്ധിയിൽ നിന്ന് മാത്രമേ അങ്ങനെ ഒരു പ്രതികരണം വരികയുള്ളൂ. വിദഅത്തുകാരുടെ പ്രതികരണം തത്തുല്യമാണ്. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ പേരിൽ അവിടത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമെന്ന നിലക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആന അറുത്തു വിതരണം ചെയ്തു. ഉദ്ഹിയ്യത്ത് അറുത്തപ്പോ റസൂലുള്ള ദുആർന്നു. എന്താ ദുആർന്നത്? അല്ലാഹുവേ, ഈ ഉദ്ഹിയ്യത്ത് ഞാൻ അറുത്തത് എനിക്കും എന്റെ ഉമ്മത്തിനും കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ റസൂലുള്ളാഹ്ക്കും ഉമ്മത്തിനും വേണ്ടി അറുത്തു. ഇതൊക്കെ ഹദീസിലുള്ള വിഷയം. ആരാധന സമർപ്പിക്കുന്നത് അള്ളാഹുവിന്, കൂലി അള്ളാഹ്ക്ക് കൊടുക്കുക എന്ന് പറയാൻ പറ്റൂലല്ലോ. കൂലിയും ഗുണവും ഇന്നയാൾക്ക്. ഇതാണ് സുന്നികളുടെ അറിവിന്റെ ഉദ്ദേശ്യം. അതേസമയത്ത് മുശ്രിക്കുകളുടെ അറിവ് എന്ന് പറഞ്ഞാൽ ആരാധന സമർപ്പിക്കുന്നത് ബിംബത്തിന്. അത് രണ്ടും രണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു 1ാം ക്ലാസ് പഠിച്ചോളൊന്നുമില്ല. അല്പം തലയിൽ നോളുള്ള ഏതൊരു ചെറിയ ബുദ്ധിക്കാരനും കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഈ വ്യത്യാസം വലിയ ബുദ്ധികളാണെന്ന് എന്ന് വെച്ചാൽ ബുദ്ധിജീവികളാണെന്ന് അഹങ്കരിക്കുന്ന ഇവിടുത്തെ ബിദ്അത്തുകാർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ അതിനെ സംബന്ധിച്ച് ദുഷ്ടബുദ്ധി എന്ന് പറയാൻ കാരണം. സഹോദരന്മാരെ, സമയം 11 മണി കഴിഞ്ഞു. നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ വളരെ മർമ്മപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് പല മുജാഹിദ് പ്രവർത്തകരും പല ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സുന്നികളായ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച ആളുകൾ അവർക്ക് മറുപടി നൽകുക, അവര് ചോദ്യം ചോദിക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. വളരെ മാന്യമായിക്കൊണ്ട് തന്നെ ലെറ്റർ മുഖാന്തരം അവരെ ക്ഷണിച്ചിരുന്നു. പക്ഷെ തളിപ്പറമ്പിലെ ഇത്രയും വലിയ ശക്തിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാൾ പോലും ചോദ്യം ചോദിക്കാൻ വേണ്ടി തയ്യാറാകാതിരുന്നത് തീർച്ചയായും വലിയ ഖേദകരമായ വിഷയമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് തീർച്ചയായും സംസാരിക്കുമ്പോൾ വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടി തയ്യാറാവുക. അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം, അങ്ങനെ വല്ല സംശയങ്ങളും വരുമ്പോൾ നമ്മുടെ ഉസ്താദുമാരുടെ നമ്പർ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. നമ്പർ സ്വീകരിച്ചുകൊണ്ട് അവരോട് ഫോണിലൂടെ സംശയങ്ങൾ തീർക്കാനുള്ള അവസരമുണ്ടാകും. ആരും അവരുടെ ചതിയിൽ അകപ്പെട്ടു പോകരുത്. പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ആദർശ മുഖാമുഖം അഹ്ലുസുന്ന വൽ ജമാഅ ഫിഖ് അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. വിശ്വാസപരമായ പല വിഷയങ്ങളും ചർച്ച ചെയ്യുക എന്നുള്ളതാണ്.